നമ്മളൊരു അനുഗ്രഹത്തിൻ്റെ രാത്രിയിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഒരുക്കിയ ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ ദൈവം പറയുന്നത് കൊതിയോടെ കേൾക്കുവാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് സംസാരിക്കുന്ന സമയമാണ് തുടർന്നുള്ള സമയം. കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ കർത്താവിൻ്റെ വചനം ഇതാ ലോകമുള്ള സകല ജനതകൾക്കും വേണ്ടിയും ദൈവം അരുളി ചെയ്യപ്പെടുന്ന വചനം ശ്രവിക്കുവാൻ നമുക്കൊരുങ്ങാം. ഈ ദൈവ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് സിസ്റ്റർ ജസ്ലിൻ റോസ് MSMI ആണ്. സിസ്റ്റർ ഇപ്പോൾ കോഴിക്കോട് ഗത്സമനി ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി ധ്യാന കേന്ദ്രത്തിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. ശാലോം TV-യിലൂടെ നിങ്ങൾക്ക് ഏറെ പരിചിതമുണ്ട്. സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടെ രണ്ട് കരങ്ങളും അടിച്ചുകൊണ്ട് സിസ്റ്ററെ വചനവേദിയിലേക്ക് നമുക്ക് ക്ഷണിക്കുകയും തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രവിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. യെശയ്യായുടെ പുസ്തകത്തിൽ 51-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വചനം ഇന്ന് ഈ രാത്രിയിൽ കർത്താവ് നമുക്ക് വലിയൊരു സന്ദേശമായി തരികയാണ്. ഇങ്ങനെയാണ് കർത്താവ് നമ്മളോട് പറയുക. കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും, അവളുടെ വിജന പ്രദേശങ്ങളെ സാന്ത്വനപ്പെടുത്തും, അവളുടെ മരുപ്രദേശങ്ങളെ ഏദൻ പോലെയും മണലാരണ്യങ്ങളെ കർത്താവിൻ്റെ തോട്ടം പോലെയും ആക്കും. സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപങ്ങളും അവളിൽ നിറയും. നമുക്കറിയാം, വേദനയുള്ളവർക്കാണ് ആശ്വാസം വേണ്ടത്, അല്ലാത്തവർക്ക് ആശ്വാസത്തിന് വലിയ പ്രസക്തി ഇല്ല. വിജന പ്രദേശങ്ങളെ സാന്ത്വനപ്പെടുത്തും എന്ന് കർത്താവ് പറയുമ്പോൾ കഠിനമായ ഏകാന്തതയും നൊമ്പരവും കടിച്ചൊതുക്കി മനസ്സിൽ സങ്കടത്തിൻ്റെ നെരിപ്പോട് തീർത്തിട്ടുള്ള എല്ലാ മക്കൾക്കുമുള്ള വലിയൊരു പ്രത്യാശയുടെ സന്ദേശമാണ്. വിജന പ്രദേശങ്ങളെ സാന്ത്വനപ്പെടുത്തും, അവളുടെ മരുപ്രദേശങ്ങളെ ഏദൻ പോലെയും മണലാരണ്യങ്ങളെ കർത്താവിൻ്റെ തോട്ടം പോലെയും ആക്കും. എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത, ഫലങ്ങൾ പുറപ്പെടുവിക്കാത്ത, സമാധാനവും സന്തോഷവും നൽകാൻ കഴിയാത്ത എല്ലാ സാഹചര്യങ്ങളിലും ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും എന്ന വലിയൊരു സന്ദേശം അല്ലെങ്കിൽ വലിയൊരു വാഗ്ദാനം നല്ല ദൈവം ഇപ്പോൾ തരികയാണ്. സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും അവളിൽ നിറയും. അതുവരെ ഉണ്ടായിരുന്ന സങ്കടം മാറും, അതുവരെ ഉണ്ടായിരുന്ന നെടുവീർപ്പ് മാറും. പിന്നെയോ സന്തോഷം, ആഹ്ലാദം, നന്ദി പ്രകടനങ്ങൾ എല്ലാം നിറയ്ക്കുകയാണ് നല്ല ദൈവം. ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളും, ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരങ്ങളും ഈ സമയം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ രണ്ട് കൈകളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ്. ഒന്ന് കണ്ണുകൾ അടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന നല്ല ദൈവത്തെ ഒന്ന് കാണുകയാണ്. എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളൊരു ദൈവം, ഏത് കാര്യവും എനിക്ക് വേണ്ടി ചെയ്തു തരാൻ ശക്തനായൊരു ദൈവം. ഒരിക്കലും സാധ്യമല്ല എന്ന് എൻ്റെ മനസ്സ് എന്നോട് 1000 പ്രാവശ്യം പറഞ്ഞാലും, ഒന്നും നടക്കത്തില്ല എന്ന് എൻ്റെ ബുദ്ധി എന്നെ ഉപദേശിച്ചാലും, എൻ്റെ സാഹചര്യങ്ങൾ മുഴുവനും എനിക്ക് എതിരാണെങ്കിലും പ്രതികൂലമാണെങ്കിലും എൻ്റെ ദൈവം എനിക്ക് സകലതും നടത്തിത്തരും, എൻ്റെ ജീവിതത്തെ അനുഗ്രഹമാക്കും എന്ന് വിശ്വസിച്ച് ഈ സമയം TV സ്ക്രീനിന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ മക്കളും വീടുകളിൽ, സ്ഥാപനങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ഒന്നിച്ച് ഒരേ മനസ്സോടെ ഈ സമയം നമുക്ക് നല്ല ദൈവത്തെ ഒന്ന് ആരാധിക്കാം. എല്ലാവരും ചേർന്ന് ഏതാനും സമയം ഉള്ളു തുറന്ന കർത്താവിനെ സ്തുതിക്കുന്ന ഈ സമയം കർത്താവിന്റെ വാഗ്ദാനം നമ്മളിൽ പൂർത്തീകരിക്കപ്പെടട്ടെ. നിങ്ങളിൽ സന്തോഷവും നന്ദിയും ഗാനാലാപങ്ങളും ഞാൻ നിറയ്ക്കും. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈ രാത്രിയിൽ എല്ലാ മനസ്സുകളെയും ഒന്ന് തൊടട്ടെ. കണ്ണുനീരൊഴുകുന്ന കണ്ണുകളിൽ കർത്താവ് ഒന്ന് സ്പർശിക്കട്ടെ. കണ്ണുനീരെല്ലാം തുടച്ചു നീക്കട്ടെ. വേദനിക്കുന്ന മനസ്സുകളിൽ ഒരു ആശ്വാസം കിട്ടട്ടെ. നിരാശയിൽ നിബന്ധിച്ചിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും വലിയൊരു പ്രത്യാശ, വലിയൊരു കുളിർ കാറ്റ് ഇപ്പോൾ തന്നെ വീശട്ടെ. എല്ലാ മക്കളും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ ഹൃദയങ്ങളും ഒന്നിച്ച് വിളിക്കുന്നു നല്ല ദൈവത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്നു ദൈവം, ഇന്നും ജീവിക്കുന്നു കർത്താവ്. എന്നോ എവിടെയോ മരിച്ചുപോയവനല്ല നമ്മുടെ ഈശോ, അങ്ങനെയുള്ള ദൈവമല്ല നമ്മുടെ കർത്താവ്, ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് ഇപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇച്ചിരി കൂടെ ജീവനോടെ എല്ലാവരും ചേർന്ന് ഈ രാത്രിയുടെ ക്ഷീണം തളർച്ച മാറ്റി, ഈ രാത്രിയുടെ
കൊടുത്ത് ഈ വരുന്ന മണിക്കൂർ ഇത് അഭിഷേകത്തിന്റെ മണിക്കൂറാകട്ടെ. ഈ മണിക്കൂർ കർത്താവ് ഇടപെടുന്ന ഒരു മണിക്കൂറാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. നിരാശയിൽ നിബന്ധിച്ചിരിക്കുന്ന എല്ലാ മനസ്സിനോടും ഇപ്പോൾ കർത്താവ് പറയും, പ്രത്യാശ കൈവിടല്. നീ ഒരിക്കലും പ്രത്യാശ കൈവിടല്. നിന്റെ മനസ്സിലുള്ള എല്ലാ നിരാശയും, ഒരിക്കലും ഒരു കാര്യവും നടക്കത്തില്ല. എന്റെ ഒരു ഉദ്യമവും വിജയിക്കില്ല. എന്റെ എല്ലാ പരിശ്രമവും തകർന്നു പോകത്തേയുള്ളൂ. ഇങ്ങനെയുള്ള എല്ലാ നിരാശ ചിന്തകളിലും ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. പ്രത്യാശ, മകനെ മകളെ നീ കൈവിടരുത്. മകനെ മകളെ പ്രത്യാശ കൈവിടല്ല. നമുക്ക് ഒരിക്കൽ കൂടെ വരികളൊന്ന് ശ്രവിക്കാം, ഒന്നിച്ചു പാടാം. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. കർത്താവിനെ കൺമുൻപിൽ കണ്ടുകൊണ്ട് ആ വരികൾ നമുക്ക് ഒന്നുകൂടി ഹൃദയത്തിൽ പതിപ്പിച്ചു വെക്കാം. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപങ്ങളും അവളിൽ നിറയും, അവളിൽ നിറയും. കർത്താവിന്റെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഫലമണിയട്ടെ. കർത്താവിന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തട്ടെ, നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഒന്നുകൂടെ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ആ വരികൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ വലിയൊരു പ്രത്യാശ, വലിയൊരു ജീവിതത്തിന്റെ ഉണർവ്, വലിയൊരു ശക്തിയുടെ നിറവ് നമുക്ക് എല്ലാവർക്കും സ്വന്തമാക്കാം. പ്രത്യാശ കൈവിടല്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകല്ല്, പ്രത്യാശ നഷ്ടപ്പെടുത്തല്ലേ നീ. നിന്റെ മനസ്സിനെ നിരാശയിലേക്ക് വലിച്ചിടല്ലേ നീ. പ്രത്യാശ കൊണ്ട് നിറയ്ക്ക്, പ്രത്യാശ കൊണ്ട് നിറയ്ക്ക്. നമുക്ക് ആ വരികൾ ഒന്നുകൂടെ പാടാം. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. കർത്താവ് കൂടെയുണ്ട് എല്ലായ്പ്പോഴും. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. തളരാതെ തളരാതെ നമുക്ക് മുന്നേറണം, പതറാതെ മുന്നേറണം. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. ഒന്നുകൂടെ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ശക്തനായ ദൈവത്തെ തടവറ ഭേദിച്ച് വരുന്ന കർത്താവിനെ പ്രത്യാശ കൈവിടല്ലേ. നിരാശ നിരാശ അകന്നു പോകണം. ഈ സമയം പ്രത്യാശ നിറയണം മനസ്സുകളിൽ. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. നീറുന്ന നൊമ്പരങ്ങളിൽ നിന്ന് പ്രത്യാശ നിറയട്ടെ ഇപ്പോൾ എല്ലാ ഹൃദയങ്ങളിലും. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഉയർത്തിപ്പിടിച്ച ഈ കൈകളിൽ നിരാശ മാത്രമേ ഉള്ളൂ. ഉയർത്തിപ്പിടിച്ച ഈ കൈകളിൽ കണ്ണുനീര് മാത്രമേ ഉള്ളൂ. ശൂന്യമായ ഹൃദയം അത് മാത്രമേ ഉള്ളൂ തരാൻ. മറ്റൊന്നും ഞങ്ങൾക്ക് തരാനില്ല ഞങ്ങളുടെ അപ്പായേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഈ സമയം. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് വിളിക്കുന്നു ദൈവത്തെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കടുത്ത നിരാശയിൽ നിന്ന് വലിയ മോചനം ഇപ്പോൾ തന്നെ തരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകള് കൂപ്പിപ്പിടിച്ച് പ്രത്യാശ മനസ്സിൽ നിറച്ചു തരുന്ന പരിശുദ്ധ അമ്മേ, അരികിലേക്ക് നമുക്കൊന്ന് ക്ഷണിക്കാം. അമ്മേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ അമ്മേ, ഈ സമയം ഈ മണിക്കൂറിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ, ആഗ്രഹങ്ങളിൽ അമ്മ കൂട്ടായി വരണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറയാവോ? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇച്ചിരി കൂടെ ജീവനോടെ വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. ഇന്ന് ഈ രാത്രിയിൽ നല്ല ദൈവം നമുക്ക് തരുന്ന ഒരു വചനം ഇതാണ്. പൗലോസ്ലിഹ തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം നല്ലൊരു സന്ദേശമാണ്. ഈ രാത്രിയിൽ നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുന്ന ഒരു വചന സന്ദേശമാണ്. ഇങ്ങനെയാണ് സ്ലിഹ നമ്മളെ ഓർമ്മിപ്പിക്കുക: വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികളുടെ മുൻപാകെ നീ ഇത് ദൃഢമായി ഏറ്റു പറഞ്ഞിട്ടുള്ളതാണല്ലോ. സ്ലിഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തണം എന്ന് എല്ലാവരെയും നല്ല ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസം കുഞ്ഞുനാൾ മുതൽ നമുക്കുണ്ട്. നല്ല ദൈവത്തെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. നല്ല ദൈവത്തിൻ്റെ സന്നിധിയിലേ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. നല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രമേ ശരണം വെച്ചിട്ടുള്ളൂ. ഈ ദൈവത്തെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ പോലും സംശയിക്കുന്ന രീതിയിൽ പ്രതിബന്ധങ്ങൾ കടന്നു വരാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ വിശ്വാസം അപ്പാടെ തകർന്നു പോകുന്ന ചില ജീവിത അനുഭവങ്ങളുണ്ട്. സ്ലിഹ ഓർമ്മിപ്പിക്കുന്നു: കുഞ്ഞെ, വിശ്വാസത്തിൻ്റെ തലത്തിൽ നീ പോരാട്ടം നടത്തണം. പോരാട്ടം. പട്ടാളക്കാര് യുദ്ധം ചെയ്യാൻ പോകുന്നത് വീട്ടിലിരുന്നിട്ടല്ല യുദ്ധം ചെയ്യുക. പട്ടാളക്കാര് യുദ്ധം ചെയ്യണത് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടാണ്. യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവർ പുറകിലല്ല നിൽക്കുക, സൈഡിലല്ല നിൽക്കുക. അവർ മുൻനിരയിലേക്ക്, ശത്രുവിൻ്റെ തൊട്ടടുത്ത്, മുൻനിരയിൽ തൊട്ട് കാണാവുന്ന പോലെ അങ്ങനെ നിന്നിട്ടാണ് അവർ യുദ്ധം ചെയ്യുക. ഒരു കാരണവശാലും അവർ ഭയപ്പെട്ട് പിന്മാറത്തില്ല. ശത്രു എത്ര ശക്തനാണെങ്കിലും, ശത്രു ഏത് തന്ത്രം രൂപപ്പെടുത്തി കൊണ്ടുവന്നാലും യുദ്ധമുന്നണിയിൽ നിൽക്കുന്ന പട്ടാളക്കാർ ഭയപ്പെടില്ല. അവർ പിന്നോട്ട് മാറിപ്പോകത്തില്ല. അവർ മുൻനിരയിൽ നിന്നതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. ഓരോ ക്രിസ്ത്യാനിയുടെയും വിളി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ മകൻ്റെയും ഓരോ മകളുടെയും വിളി ഇത് തന്നെയാണ്. നീ മരണം വരെ, അവസാനം വരെ യുദ്ധം ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ്. വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ നീ വിളിക്കപ്പെട്ടവനാണ്. ചെറിയ ചെറിയ രീതിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, ഒരു ജപമാല ചൊല്ലി, പള്ളിയിൽ വല്ലപ്പോഴൊക്കെ ഒന്ന് പോയി, ഇച്ചിരി സമയമൊക്കെ ഒന്ന് ബൈബിൾ വായിച്ചു, പോരാ. അതുകൊണ്ട് മാത്രമായില്ല നിന്റെ ആത്മീയ ജീവിതം. പിന്നെയോ ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും നിർത്താതെയുള്ള യുദ്ധം നീ ചെയ്യണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നിത്യജീവന് അവകാശം ഉണ്ടാകത്തുള്ളൂ. നിത്യജീവൻ നമുക്കറിയാം, മാമോദിസ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിച്ച പ്രസാദവരം അത് മരണം വരെയും തുടർന്നു കൊണ്ടുപോകുന്നു. പിന്നെയോ മരണശേഷവും അതേ പ്രസാദവര അവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയാണ് നിത്യജീവൻ എന്ന് പറയുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഈ പ്രസാദവരം, അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ പ്രസാദവരത്തിൽ വളർന്നു വന്ന് എല്ലാ സമയവും യുദ്ധം ചെയ്യാൻ, എല്ലാ സമയവും യുദ്ധത്തിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ, അങ്ങനെ നിത്യജീവൻ സ്വന്തമാക്കാൻ നമുക്കെല്ലാവർക്കും കടമയുണ്ടെന്ന്, അതിനുള്ള വലിയ വിളിയുണ്ടെന്ന് നല്ല ദൈവം ഇപ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുമിച്ച് പറഞ്ഞാൽ ഹല്ലേലൂയ. സ്വരം പോരാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വിശ്വാസത്തിന്റെ മുൻനിരയിൽ നിൽക്കാനുള്ള വിളി സഹോദര നിനക്കുണ്ടെന്ന്. സഹോദരി, വിശ്വാസത്തിന്റെ മുൻനിരയിൽ, യുദ്ധഭൂമിയുടെ മുൻനിരയിൽ, സൈഡിൽ പോയി നിന്നാൽ പറ്റത്തില്ല. മുൻനിരയിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നിന്റെ ജീവൻ അപകടത്തിലാണ്, ഒരുപക്ഷെ നിനക്ക് പരിക്കേൽക്കും, ഒരുപക്ഷെ നിനക്ക് മുറിവേൽക്കും. എങ്ങനെയാണെങ്കിലും നീ യുദ്ധത്തിന്റെ മുൻനിരയിൽ, ഒരു കുടുംബനാഥനാണെങ്കിൽ നീ കുടുംബത്തിന്റെ തലവൻ എന്ന നിലയിൽ മുൻനിരയിൽ യുദ്ധം ചെയ്യാൻ ഉണ്ടാകണം. ഒരു അമ്മയാണെങ്കിൽ, ഒരു ഭാര്യയാണെങ്കിൽ നിർബന്ധമായും നീ യുദ്ധം ചെയ്യാൻ തന്നെ ഒരുങ്ങണം. ഒരു യുവാവ്, ഒരു യുവതി, ഒരു വൈദികൻ, ഒരു സമർപ്പിത യുദ്ധമുന്നണിയിലാണ്. മറന്നുപോയേക്കല്ല്. എല്ലാ സമയവും കർത്താവിനെ പങ്കുവെച്ചു കൊടുക്കണമെങ്കിൽ, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ദൈവജനത്തെ നയിക്കണമെങ്കിൽ, എന്നിലെ തന്നെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യണമെന്ന് സ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, കുറച്ച് നാൾ മുമ്പ് ഒരു യുവാവ്
പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പങ്കുവെച്ച് പ്രാർത്ഥിക്കാനായിട്ട് അരികിലേക്ക് വരികയാണ്. ഈ സഹോദരൻ എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, സിസ്റ്ററെ, നല്ലൊരു സ്ഥാപനത്തിൽ നല്ലൊരു ജോലിയിലാണ് ഞാൻ പ്രവേശിച്ചിട്ടുള്ളത്. എൻ്റെ ഈശോ നല്ല ഉയർന്ന ഒരു നിലയിലേക്ക് എന്നെ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ ചോദിക്കാൻ പറയാണ്, നീ ചോദിക്ക്, നീ എന്തിനാ ഇത്രയധികം ഉപവാസം എടുത്തതെന്ന് ചോദിക്ക്. ഞാൻ ഈ മോനോട് ചോദിച്ചു, സഹോദര, നീ ഒത്തിരി ഉപവാസം എടുത്തിട്ടുണ്ടോ? ഉടനെ ഈ മോൻ എങ്ങനെയാ പറഞ്ഞത്, സിസ്റ്ററെ, 40 ദിവസം ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ചിട്ട് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ദിവ്യകാരുണ്യം മാത്രം. ഞാൻ ഉടനെ ചോദിച്ചു, നിനക്ക് ക്ഷീണം തോന്നാറില്ലേ? ഇവൻ പറഞ്ഞു, സിസ്റ്റർ, ക്ഷീണം ആദ്യത്തെ 3-4 ദിവസങ്ങളൊക്കെ നല്ല ക്ഷീണം തോന്നി, പിന്നെ അങ്ങനെ ഒരു പ്രശ്നമേ തോന്നിയിട്ടില്ല. ഞാൻ ചോദിച്ചു, നീ മുഴുവൻ സമയം വീട്ടിലിരിക്കുകയായിരുന്നോ? അല്ല, എല്ലാ ജോലിക്കും പോവും, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുമായിരുന്നു. വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ചിട്ട് 40 ദിവസത്തോളം ചെലവഴിച്ച ആ യുവാവിൻ്റെ തീക്ഷ്ണത വല്ലാത്ത സന്തോഷം എന്നിൽ ഉളവാക്കി. ഞാൻ ചോദിച്ചു, എന്തായിരുന്നു കാരണം? നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപവാസം എടുക്കാൻ കാരണം? 40 ദിവസത്തോളം ഭക്ഷണം കഴിക്കാതെ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യാൻ എന്തായിരുന്നു നിന്റെ കാരണം? ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, സിസ്റ്ററെ, ഞാനൊരു സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടു പോയി. ആ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റുന്നേ ഇല്ല. എന്നാ ചെയ്തിട്ടും അത് വിട്ടുമാറുന്നില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും അവള് മരിക്കും, അല്ലെങ്കിൽ ആ ജീവൻ അപകടത്തിലാക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഓർത്തു, ഇതാണ് വഴി, ഇതാണ് മാർഗം. വേറെ ഒരു രീതിയിലും ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ പറ്റുകയില്ല. വേറെ ഒരു രീതി എടുത്താലും ഉപദേശിച്ചു നോക്കി, പറഞ്ഞു നോക്കി, സ്നേഹിച്ചു നോക്കി, തിരുത്തി കൊടുത്തു നോക്കി, രക്ഷയില്ല. അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റത്തില്ല. ഈ മകൻ ഇങ്ങനെ പറഞ്ഞു, വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ട്, വേറെ ഒന്നും ചെയ്തിട്ട് ഫലമില്ലാത്തത് കൊണ്ട് ഒറ്റൊരു തീരുമാനം, ഈശോയുടെ മുൻപിൽ മണിക്കൂറുകൾ ഇരിക്കുക, ഈശോയുടെ മുൻപിൽ ദിവസവും രാവും പകലും അങ്ങ് ഇരിക്കുക, കഷ്ടപ്പെട്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഈ സഹോദരിക്ക് വേണ്ടി, ഇതുപോലെ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി, ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റാത്ത ചില ജീവിതങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിക്കുക. ഈ സഹോദരൻ എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, 40 ദിവസത്തോളം അല്പം പോലും ക്ഷീണവും തളർച്ചയൊന്നും അതൊക്കെ ഉണ്ടായിട്ടും വകവെക്കാതെ തീക്ഷ്ണമായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഇവളെ ഇടയ്ക്ക് കാണും, സംസാരിക്കും, പ്രശ്നമല്ല, അത് മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി. 40 ദിവസം കഴിഞ്ഞപ്പം എന്നോട് ഇങ്ങനെ ഈ സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, കംപ്ലീറ്റ് അങ്ങ് നിന്നുപോയി. ആ ഒരു ബന്ധത്തെക്കുറിച്ച് പിന്നെ ഓർക്കുക പോലും വേണ്ടാത്ത പോലെ ആ സഹോദരി നല്ല രീതിയിൽ അവൾ പിൻവാങ്ങി, അവൾ മാറിപ്പോയി. അവൾ നല്ല രീതിയിൽ ഇപ്പോൾ വിവാഹിതയാണ്, സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കുന്നു. എൻ്റെ ജീവിതത്തിലും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു. ദൈവം വലിയ കാര്യങ്ങൾ. ഈ സഹോദരൻ ഒറ്റ കാര്യമാണ് എന്നെ ഓർമ്മിപ്പിച്ചത്, യുദ്ധത്തിൻ്റെ മുൻനിരയിലേക്ക് ഇറങ്ങാൻ മടി വിചാരിക്കല്ല് എന്ന്. യുദ്ധത്തിൻ്റെ മുൻനിരയിലേക്ക് എല്ലാ ജീവിതങ്ങളിലും എല്ലായ്പ്പോഴും വേണ്ട ഈ വലിയൊരു സത്യം സ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യുദ്ധം മുന്നണിയിലേക്ക് ഇറങ്ങിയേ പറ്റൂ. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയേ പറ്റൂ. വേറെ ഒരു വഴിയും നിത്യജീവൻ നേടാനില്ല. നിത്യജീവൻ നീ ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ, സ്വർഗത്തിലാണ് നിന്റെ സ്വപ്നം അല്ലെങ്കിൽ നിന്റെ ലക്ഷ്യമെങ്കിൽ, നീ മുൻനിരയിലേക്ക് ഇറങ്ങുക തന്നെ വേണം. ഒരുമിച്ച് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 20-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗത്തിലാണ് നമ്മുടെ ലക്ഷ്യം മുഴുവൻ. സ്വർഗത്തിലാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. എല്ലാ സമയവും നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിൻ്റെ കൊച്ചു കൊച്ചു സങ്കടങ്ങളിൽ, ഈ ലോകത്തിൻ്റെ കൊച്ചു കൊച്ചു പരാജയങ്ങളിൽ, നൊമ്പരങ്ങളിൽ, തകർച്ചകളിൽ ഒന്നും മനസ്സുടക്കി വെക്കാതെ എൻ്റെ ലക്ഷ്യം മുഴുവൻ സ്വർഗത്തിലാക്കണമെന്നും ആ സ്വർഗം നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിക്കേണ്ടതെന്നും നല്ല ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻപിൽ വരുന്ന സഹനങ്ങൾ, അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻപിൽ വരുന്ന തകർച്ചകൾ, അത് വലിയൊരു തടസ്സമാണ്. എന്തിന്? ദൈവത്തിൻ്റെ സാന്നിധ്യം നുകരാൻ, ദൈവം കൂടെയുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ ആ ഒരു സത്യം ഉള്ളിൽ ഗ്രഹിക്കാൻ ഏറ്റവും അധികം തടസ്സമായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അതിനൊരു പ്രതിബന്ധം പോലെ നിൽക്കുക ഈ വേദനകളും സഹനങ്ങളും ഞെരുക്കങ്ങളുമാണ്. ഒന്നിനു പുറകെ ഒന്നായി സഹനങ്ങൾ വരാം, ഒന്നിനു പുറകെ ഒന്നായി തടസ്സങ്ങൾ വരാം. ഒരുപക്ഷെ കടബാധ്യത അങ്ങ് ലക്ഷങ്ങൾ കോടികൾ കടബാധ്യതയാണ്. അനങ്ങാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഒരു ഫോൺ വന്നാൽ എടുക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. പല രീതിയിൽ മനസ്സ് അസ്വസ്ഥപ്പെടുകയാണ്. ഒരു രോഗം തീർന്നു, ആണ്ടെ വന്നു അടുത്ത വലിയ രോഗം. വലിയൊരു രോഗത്തെ നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞു, ഇതാ വന്നു മരണം. അത് കഴിഞ്ഞപ്പോഴേക്കും വന്നു വലിയൊരു അപകടം, അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക, ജീവിതത്തിൻ്റെ വ്യക്തിബന്ധങ്ങളിൽ വലിയ പാളിച്ചകൾ, വലിയ തടസ്സങ്ങൾ. ഒന്നിനു പുറകെ ഒന്നായി തടസ്സങ്ങൾ വരുന്ന, പ്രശ്നങ്ങൾ വരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ശരീരത്തിൻ്റെ തലത്തിൽ നമുക്ക് പീഡകളുണ്ടാവും. ചില സമയത്ത് ശരീരത്തിലെ ഒരു പ്രശ്നവുമില്ല, മനസ്സിലായിരിക്കും, മനസ്സിൻ്റെ തലത്തിലായിരിക്കും പീഡ. മനസ്സ് വല്ലാത്ത ടെൻഷനാണ്, എല്ലാ സമയവും ടെൻഷനാണ്, എല്ലാ സമയവും ഭയമാണ്, ഉത്കണ്ഠയാണ്, ആകുലതയാണ്. എല്ലാ സമയവും മനസ്സിലിങ്ങനെ വല്ലാത്ത യുദ്ധം നടക്കുകയാണ്.
ഏത് സാഹചര്യമാണെങ്കിലും നിന്റെ ലക്ഷ്യം എപ്പോഴും സ്വർഗമായിരിക്കട്ടെ, നിന്റെ ലക്ഷ്യം എപ്പോഴും നിത്യജീവൻ നേടുക എന്നതായിരിക്കട്ടെ. ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പം എന്നോട് പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഈ സഹോദരി വലിയൊരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സഹോദരിയാണ്. നല്ല ഉയർന്ന ജോലി, നല്ല വലിയ തറവാട്ടുകാർ, നല്ല സമൂഹത്തിൽ സ്ഥാനമുള്ള ഒരു ജീവിതം. ഈ സഹോദരിയുടെ ഒരേ ഒരു മകൻ മിടുക്കനായിരുന്നു, നല്ല മിടുമിടുക്കൻ, എല്ലാം കൊണ്ടും അവൻ മിടുക്കനാണ്. ഇങ്ങനെയുള്ള ഈ മകൻ ഒരു സുപ്രഭാതത്തിൽ ഈ സഹോദരി അമ്മ അറിയുകയാണ്, ഇവൻ്റെ പഠിപ്പിക്കുന്ന കോളേജിൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഒരു വ്യക്തിയുമായിട്ട് തെറ്റായ ബന്ധം, അത് ഇച്ചിരി അങ്ങ് മൂർധന്യാവസ്ഥയിലെത്തി. എല്ലാവരും അറിഞ്ഞു, വലിയ പരിഹാസപാത്രമാകുന്ന പോലെയായി. ഈ അമ്മയ്ക്ക് ഇത് അല്പം പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരേ ഒരു മകൻ, അവൻ്റെ വിവാഹമൊക്കെ ആലോചിക്കാൻ തുടങ്ങിയായിരുന്നു. ഇവർ ഈ മകനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുഴുവൻ അങ്ങ് തകർന്നു പോകുന്ന പോലെയാണ്. നാട്ടുകാരൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ സഹോദരി അറിയുക മകൻ ഇങ്ങനെയായി പോയി എന്ന്. ഈ സഹോദരി ഒരുപാട് ഇരുന്ന് കരയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് കരയാൻ. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു സത്യം കൂടെ മനസ്സിലാക്കുന്നു, തൻ്റെ ഭർത്താവിനും ഇതുപോലെ വേറെ വഴിവിട്ട ബന്ധങ്ങളുണ്ട്. വലിയൊരു സത്യമാണ്, അത് ഊഹിച്ചെടുത്തതല്ല, സത്യമാണെന്ന് ബോധ്യമായി. ഈ രണ്ട് കാര്യങ്ങളും കൂടി ആയപ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഇനി ജീവിക്കണ്ട, മരിച്ചാൽ മതി. എന്തിനാ ഇങ്ങനെ ജീവിക്കണത്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ആര് കാണാൻ? ഈ കഷ്ടപ്പാടും ഈ അലച്ചിലും ഈ നൊമ്പരവും ഈ പ്രാർത്ഥനയും ആര് കേൾക്കാൻ, ആര് കാണാൻ? മനസ്സ് മുഴുവൻ സങ്കടമായി. കരഞ്ഞ് രാവും പകലും ഭക്ഷണം കഴിക്കത്തില്ല, ചിരിക്കത്തില്ല, മിണ്ടാൻ പറ്റത്തില്ല, ഒരാളുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം കിട്ടുന്നില്ല, പ്രാർത്ഥിക്കാൻ പോലും ഉണർവ് കിട്ടുന്നില്ല. മനസ്സ് വല്ലാതെ നിരാശയിലേക്ക്. ഈ ഭർത്താവിനും ഈ മകനും അവർ രണ്ടുപേരും വീട്ടിലുള്ളപ്പോൾ അവരോടൊരു വാക്കും മിണ്ടാൻ പറ്റുന്നില്ല. അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ചിരിക്കാൻ പറ്റത്തില്ല. മനസ്സ് വല്ലാത്ത ഒരവസ്ഥയാണ്. ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ പറയാൻ, സിസ്റ്ററെ, എനിക്ക് അല്പം പോലും ജീവിക്കാൻ ആഗ്രഹമില്ല, എനിക്ക് അല്പം പോലും ജീവിക്കാനുള്ള താല്പര്യമില്ല, മുഴുവനും നഷ്ടപ്പെട്ടു പോയി, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല, എങ്ങനെ ഈ ഭർത്താവിനെയും മകനെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അറിയത്തില്ല. കുഞ്ഞുനാൾ മുതൽ ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് നാളുകളായിട്ട് പ്രാർത്ഥനയൊക്കെ വിട്ടുപോയി, പ്രാർത്ഥനയ്ക്ക് സമയമില്ലായിരുന്നു, തിരക്കായിരുന്നു എല്ലാവർക്കും. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, എൻ്റെ ദൈവത്തെ വിളിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. കുറേ സമയം ഈ സഹോദരിയെ നേരിൽ കണ്ടു, സംസാരിച്ചു, തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. കുറേ അധികം സമയം ഈ സഹോദരി ഇരുന്ന് കരഞ്ഞു. എന്താണേലും ദിവ്യകാരുണ്യ ഈശോയുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈശോയെ എഴുന്നള്ളിച്ചു വെച്ച ദേവാലയത്തിലേക്ക് ഈ സഹോദരിയെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ കണ്ടു, ഈ സഹോദരി മുട്ടുകുത്തി നിന്ന് മണിക്കൂറുകൾ ഇങ്ങനെ കൈവിരിച്ച് പിടിച്ച് നിൽക്കുകയാണ്. ദൈവമേ, ഇനി നിന്നിൽ മാത്രം ആശ്രയം, ഇനി ഈ ലോകത്തിൽ വേറെ ആരെയും ആശ്രയിക്കാനില്ല, ഇനി ഈ ലോകത്തിൽ വേറെ ആരെയും ആശ്രയിച്ചിട്ട് ഫലമില്ല, നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു. ഈ സഹോദരി കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര്, ആരും തിരിച്ചറിയില്ല, പെട്ടെന്ന് മനസ്സിലാകുകയല്ല, ഇങ്ങനെ കണ്ണിൽ നിന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് കണ്ണുനീര് മണിക്കൂറുകൾ. ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും ഇങ്ങനെ പോരെ, എല്ലാ ദിവസവും ഈശോയുടെ അടുത്ത്, ഞങ്ങളെ ആരും കാണണമെന്ന് നിർബന്ധമില്ല, ഈശോയുടെ അടുത്തേക്ക് വാ, ഈശോയുടെ അടുത്ത് നിന്ന് കരയ്, ഈശോയോട് പറയേ, ഭർത്താവിനെയും മകനെയും മാനസാന്തരത്തിലേക്ക് നയിക്കണമേ എന്ന്. ഈ സഹോദരി വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കാൻ തുടങ്ങി. അതുവരെയും 3 മണി കണ്ടിട്ടില്ല, രാവിലത്തെ 3 മണിയൊന്നും ഈ സഹോദരി അതിനു മുമ്പ് കണ്ടിട്ടില്ല. 3 മണിക്ക് എഴുന്നേക്കാൻ തുടങ്ങി. ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ, മനസ്സ് മുഴുവൻ നീറ്റലല്ലേ, വേദനയല്ലേ. 3 മണിക്ക് എഴുന്നേക്കും, മെറ്റൽ വിരിക്കും, അതിലെ മുട്ടുകുത്തും, കൈ വിരിച്ചു പിടിക്കും, പ്രാർത്ഥന ആരംഭിച്ചു. ത്യാഗത്തോടെ, ഉപവാസത്തോടെ, സഹിച്ചുകൊണ്ട് തന്നെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഏക മകന് വേണ്ടി, തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചു. അധികം വൈകിയില്ല, ഭർത്താവിന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. ഈ ഭാര്യയ്ക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ. ഭാര്യ ഒരു വാക്കുപോലും ചോദിക്കാനോ അവരെ വിഷമിപ്പിക്കാനോ പോയില്ല. പറയുന്നത് മുഴുവൻ കർത്താവിനോട്, എല്ലാ വേദനകളും കർത്താവിനോട് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ഈ മകനും ഈ ഭർത്താവും ധ്യാനം കൂടാൻ സമ്മതിച്ചു. രണ്ടുപേരും നല്ലൊരു മാറ്റത്തിലേക്ക് അനുദപിച്ച് കണ്ണ് നിറഞ്ഞിട്ട് പാപങ്ങൾ ഏറ്റുപറയാൻ നല്ലൊരു കൃപയിലേക്ക് ഈ 2 മക്കളും വന്നു. ഇന്ന് ആ 3 പേരും, ആ കുടുംബം മുഴുവൻ കർത്താവിൻ്റെ വലത് കൈയിൽ താങ്ങി പിടിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. വലിയൊരു കൃപയിലേക്ക് ആ കുടുംബം മുഴുവൻ, ഒറ്റൊരാളുടെ പ്രാർത്ഥന തിന്മയുടെ പടുകുഴിയിൽ കടന്നിരുന്ന ആ കുടുംബത്തെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നു. ഒരൊറ്റ വ്യക്തിയുടെ ത്യാഗത്തോടെയുള്ള പ്രാർത്ഥന. ഈ സഹോദരി എന്നിട്ട് എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, സിസ്റ്ററെ, ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി, ദൈവത്തിങ്കിലേക്ക് ദൃഷ്ടികൾ ഉയർത്താൻ വേണ്ടി
എൻ്റെ കുടുംബത്തിലേക്ക് കർത്താവ് അയച്ചു തന്ന വലിയൊരു പീഡയായിരുന്നു ഈ ഒരു പീഡ. രോഗം വന്നിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ശ്രദ്ധിക്കില്ലായിരുന്നു. എത്ര വലിയ രോഗമാണെങ്കിലും സമ്പത്ത് ഒത്തിരി ഉള്ളത് കൊണ്ട് ഏറ്റവും നല്ല ആശുപത്രിയിൽ പോവും, എല്ലാ ചികിത്സയും തേടും. പക്ഷെ ദൈവത്തിലേക്ക് ഇത്രയും അടുക്കില്ലായിരുന്നു. ഒരു മരണം വന്നാൽ പോലും ഞാൻ ഇത്രയധികം പ്രാർത്ഥിക്കില്ലായിരുന്നു. പക്ഷെ ഈ ഒരു മേഖലയിൽ വ്യക്തിബന്ധങ്ങളിൽ ജീവിത വിശുദ്ധിയിൽ വന്ന ഈ ഒരു ഒറ്റ പാളിച്ച എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ആ ഒരൊറ്റ അനുഭവത്തിൽ നിന്ന് എൻ്റെ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ, എൻ്റെ കുടുംബത്തെ മുഴുവൻ കൈപിടിച്ചുയർത്തുവാൻ ഈ ഒരൊറ്റ സംഭവം എന്നെ സഹായിച്ചു എന്ന് ഈ സഹോദരി പറഞ്ഞപ്പോൾ 1000 നന്ദി ഈശോയ്ക്ക് ഞാൻ പറയുകയായിരുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വ്യത്യസ്തമായ രീതിയിലായിരിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ തകർച്ചകൾ വരിക. വ്യത്യസ്തമായ രീതിയിലായിരിക്കാം സഹനങ്ങൾ കർത്താവ് നമുക്ക് തരിക. എന്തിനാ നമുക്കിങ്ങനെ സഹനങ്ങൾ തരണത്? എന്തിനാ നമ്മൾ യുദ്ധം ചെയ്യണത്? ഈ യുദ്ധം നമ്മൾ ചെയ്യണതിന് ഒറ്റ കാര്യം, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച് പഠിക്കാൻ, നിരന്തരം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച് പഠിക്കാൻ. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പം ആ പ്രഭാതത്തിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ, ജോലികൾ ആരംഭിക്കാൻ ആവശ്യമായ ശക്തി നമുക്ക് വേണം. യുദ്ധം ആരംഭിക്കുകയാൽ സന്ധ്യയായാൽ യുദ്ധം മുന്നോട്ട് പോവുകയാണ്. കർത്താവിൻ്റെ ഒപ്പം നിലനിന്നു കൊണ്ട് തന്നെ. ചിലപ്പം ഓർക്കുന്നില്ലേ, ഒരൊറ്റ വാക്ക് മതി നമ്മുടെ ശക്തി പോകാൻ, ഒരു സംഭവം മതി നമ്മുടെ ഉന്മേഷം മുഴുവൻ തകർന്നു പോകാൻ, ഒരു പ്രതികരണം മതി നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ഉണർവും നഷ്ടപ്പെട്ടു പോകാൻ. ആരെങ്കിലും ചിലപ്പോൾ ഒരു കമന്റ്, ഒരു വിമർശന ബുദ്ധിയോടെ ഒരു സ്വരം നമ്മുടെ കാതുകളിൽ പതിച്ചാൽ മതി, നമ്മുടെ ശക്തി മുഴുവനും ചോർന്നുപോയി, നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ഉണർവും നഷ്ടപ്പെട്ടു പോയി. ഇതാ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, മകനെ മകളെ, നിന്റെ യുദ്ധം നീ നിർത്തല്ല്. നിന്റെ യുദ്ധത്തിന്റെ മുൻനിരയിൽ നീ മുന്നിട്ടിറങ്ങിയിട്ട് വീറോടും വാശിയോടും കൂടെ തന്നെ കർത്താവിന് വേണ്ടി നിലകൊള്ളണം. ഈ വലിയ സത്യം കർത്താവ് നമ്മൾ ഈ രാത്രിയിൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുമിച്ച് പറഞ്ഞാൽ ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. സ്ലീഹ നമ്മൾ ഈ കാര്യം ഓർമ്മിപ്പിക്കുമ്പോൾ, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന കാര്യം അത് മറക്കണ്ട. അതുണ്ട്. അത് എത്ര വലിയ വ്യക്തിത്വമാണെങ്കിലും, അത് എത്ര വലിയ ജീവിതമാണെങ്കിലും, എത്ര വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണെങ്കിലും സഹനം നമുക്കുണ്ട്, വേദന നമുക്കുണ്ട്. വേദന ഇല്ല എങ്കിലൊന്നും നമുക്ക് നമ്മുടെ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കണ്ണുനീരാകുന്ന അടിത്തറയിൽ ചവിട്ടി നിന്നിട്ട് വേണം ഓരോ ക്രിസ്ത്യാനിയും നമ്മുടെ വിശ്വാസം വളർത്തിയെടുക്കേണ്ടത്. ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഓരോ ജീവിതവും നിൽക്കേണ്ടത്, പാദങ്ങൾ ഉറപ്പിക്കേണ്ടത് കണ്ണുനീരാകുന്ന അടിത്തറയിലാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊക്കെ ഇഷ്ടം പോലെ സഹനങ്ങളുണ്ട്, ഇഷ്ടം പോലെ വേദനകളുണ്ട്. ഈ വേദനകളിൽ പതറിപ്പോകല്ല്, തളർന്ന് വീഴല്, മുന്നോട്ട് കർത്താവിങ്കിലേക്ക് തന്നെ ദൃഷ്ടികൾ ഉറപ്പിക്കണം. വീണ്ടും സഹനം നമുക്ക് തരുന്നത് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പരിപാലനയെ അനുഭവിക്കാൻ, കർത്താവിൻ്റെ ആ കരുതലുള്ള സ്നേഹം അനുഭവിക്കാൻ നമുക്കിടയാവും. കർത്താവ് കൂടെ ഉണ്ടല്ലോ, കർത്താവ് കാണുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടല്ലോ. കണ്ണടയ്ക്കുമ്പം കർത്താവിനെ കണ്ടിട്ടില്ലേ പല ആവർത്തി? നീ എപ്പോഴൊക്കെ കർത്താവേന്ന് ചങ്ക് തുറന്ന് വിളിക്കുമ്പോൾ കർത്താവ് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ആരോടും പറയാതെ നമ്മൾ കർത്താവിൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ ആ കൈ ഇങ്ങനെ തോളെ വന്ന് വെച്ചിട്ട് കുഞ്ഞെ വിളിക്കുന്ന സ്വരം കേട്ടിട്ടില്ലേ? കർത്താവ് കൂടെയുണ്ട്, നിന്റെ കൂടെയുണ്ട്. നിന്റെ വിശ്വാസം നീ നഷ്ടപ്പെടുത്തി കളയില്ല. ചോദിക്കുന്ന പ്രാർത്ഥനകൾക്ക് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ ഉത്തരം കിട്ടിയില്ല എന്ന് ഓർത്തിട്ട്, പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ഉത്തരവില്ല എന്ന് ഓർത്തിട്ട് നീ നിരാശപ്പെട്ടേക്കല്ല്. കാത്തിരിക്കുക. ദൈവഹിതം അനുസരിച്ച് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്ന സമയം വരെയും നീ ശ്രദ്ധയോടെ, താഴ്മയോടെ ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട് കാത്തിരിക്കാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ നിന്റെ ഉള്ളിൽ വിശ്വാസം കത്തുന്നുണ്ട്, നിന്റെ ഉള്ളിൽ വിശ്വാസം ജ്വലിക്കുന്നുണ്ട്. ആ വിശ്വാസം അല്പം പോലും കുറഞ്ഞു പോകാൻ ഇടയാക്കല്ല്, അല്പം പോലും കുറഞ്ഞു പോകാൻ ഇടയാക്കല്ല്. മറ്റൊരു കാര്യമുണ്ട്, എന്തിനു നമുക്ക് സഹനം തരുന്നു, എന്തിനാ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്? മരണനേരത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും മരണനേരത്ത് ആ പോരാട്ടത്തിൽ അതിനുവേണ്ടി നമ്മളെ ഒരുക്കാൻ നല്ല ദൈവം നമ്മളെ ഇപ്പോഴേ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സത്യം, എന്തിനു നമുക്ക് വേദനകൾ? സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ. സ്വർഗമുണ്ട്, സമ്മാനമുണ്ട്, പ്രതിഫലമുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്നതല്ല. ഈ ലോകത്തിന്റെ ഓരോ തുള്ളി കണ്ണുനീരിനും ദൈവത്തിന്റെ സന്നിധിയിൽ സമ്മാനമുണ്ട്, പ്രതിഫലമുണ്ട്. നീ വിചാരിക്കുന്നുണ്ടാവും, ആരും കാണുന്നില്ലല്ലോ, ഞാൻ ഈ കരയണത് ആര് കാണാൻ, ഞാൻ ഈ സഹിക്കണത് ആര് മനസ്സിലാക്കാൻ, എൻ്റെ ഈ നെടുവീർപ്പ് ആര് കാണാൻ? അങ്ങനെ ചിന്തിച്ചേക്കല്ല്. നിന്റെ ഓരോ നെടുവീർപ്പും കർത്താവ് എണ്ണുന്നുണ്ട്. നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും കർത്താവ് എണ്ണി 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 കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നു. ജീവിതത്തെ നിയന്ത്രിക്കാൻ,
ചില മേഖലകളിൽ ഇച്ചിരി ബലം പിടിച്ചാലേ നമ്മുടെ ചില രീതികൾക്ക് മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ. നമ്മുടെ ചില മേഖലകളിൽ നമ്മളെ കീഴ്പ്പെടുത്തുന്ന അല്ലെങ്കിൽ അടിമപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളിൽ അതിൻ്റെ മീതെ കയറി നിൽക്കണമെങ്കിൽ അല്പം ബലം പിടിച്ചേ പറ്റൂ, അല്പം നമ്മുടെ ഭാഗത്തു നിന്നൊരു പരിശ്രമം ഉണ്ടായേ പറ്റൂ. വെറുതെ ഇരുന്നാൽ അല്ലെങ്കിൽ വളരെ ഈസി മട്ടിൽ മുന്നോട്ട് പോകാൻ ഓർത്താൽ നമ്മുടെ ജീവിതത്തിൽ ഈ യുദ്ധത്തിൽ വിജയിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഒരുമിച്ച് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു സത്യം, ശത്രു ഒരിക്കലും പിന്മാറിപ്പോകത്തില്ല. ശത്രു ഒരിക്കലും പിന്മാറിപ്പോകത്തില്ല. നമ്മളെ തോൽപ്പിക്കണമെന്ന് ശത്രു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എല്ലാ തന്ത്രങ്ങളും പയറ്റും, അവൻ എല്ലാ രീതിയിലും പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, നിങ്ങളുടെ വീട്ടില് ജീവിത പങ്കാളി കൂടെയുണ്ട്, അല്ലെങ്കിൽ വിദേശത്താണ്, ജോലിക്ക് എവിടെയോ ആണ്, മറ്റൊരു സ്ഥലത്താണ്, നല്ല സ്നേഹമുണ്ട് ജീവിത പങ്കാളിയോട്, നല്ല ഐക്യമുണ്ട്. ഏതെങ്കിലും രീതിയിൽ തമ്മിൽ പിണക്കം ഉണ്ടാക്കും. ഏതെങ്കിലും രീതിയിൽ ഒരു വാക്ക് പറഞ്ഞിട്ടാണെങ്കിലും ആ സ്നേഹത്തിന്റെ ഐക്യം, ആ ഒരു എന്താ പറയുക സന്തോഷം, ആ സമാധാനം അതങ്ങ് നഷ്ടപ്പെടുത്തി കളയും. തിന്മയുടെ വലിയൊരു ഇടപെടലാണ്. ചില സമയത്ത് മക്കള് മിടുക്കരായ മക്കളാണ്, എല്ലാം കൊണ്ടും സൂപ്പർ മക്കള്. ആ മക്കളെ ഓർത്ത് ഒന്നും നമുക്ക് പറയാനില്ല. പക്ഷേ ചില സമയത്ത് ആ മക്കളെ കൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. തളർന്നു പോയേക്കല്ലേ. ശത്രു ഒരിക്കലും പിന്മാറുകയല്ല, ശത്രു ഒരിക്കലും പിന്മാറുകയല്ല. നിങ്ങൾ ഓർത്തോ, ശത്രു ഒരിക്കലും തോറ്റിട്ട് ഞാൻ തോറ്റേ എന്ന് പറഞ്ഞ് അവൻ പോകത്തില്ല. പക്ഷെ അവൻ തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അവൻ വഴികള് പുതിയത് 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 നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് ഇട്ടുതരും. ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി, അവനെ മൈൻഡ് ചെയ്യേണ്ട, ഈശോയെ മാത്രം ഓർക്കുക. പ്രകാശം വരുമ്പം ഇരുട്ട് താനേ മാറും, പ്രകാശം വരുമ്പം ഇരുട്ട് താനേ മാറും. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊള്ളുക. നിന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ദൈവത്തെ മാത്രം നീ മഹത്വപ്പെടുത്തിക്കൊള്ളുക. എല്ലാ സമയവും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുക. അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്നു എന്ന രീതിയിൽ, ദൈവം എല്ലാം കാണുന്നു എന്ന വിധത്തിൽ നീ മുന്നോട്ട് പോകുന്നുവെങ്കിൽ, ആ അനുഭവത്തിൽ നിന്റെ ജീവിത അനുഭവങ്ങളെ നീ നോക്കി കാണുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ശക്തിയുണ്ട്, നിന്റെ ജീവിതത്തിൽ ബലമുണ്ട്. അനേകര് നിന്നിലൂടെ കർത്താവിനെ കാണും. അനേകര് നിന്റെ ശക്തിയിലൂടെ, നിന്റെ കൃപയിലൂടെ, നിന്റെ സ്നേഹത്തിലൂടെ ദൈവത്തിങ്കിലേക്ക് കടന്നു വരികയും ചെയ്യും. ദൈവം സ്നേഹിക്കുന്നു, ദൈവം വഴിയൊരുക്കുന്നു, ദൈവം എന്നെ നയിക്കുന്നു. ഈ ചിന്തയാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്. എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിലും എല്ലാ വേദനയും ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ കൈകളിൽ നിന്ന് ഏറ്റുവാങ്ങുക. കർത്താവാണ് ഇത് അനുവദിച്ചു തന്നത്, ഇത് കർത്താവാണ് എനിക്ക് തന്നത്, കർത്താവ് അനുവദിച്ചിട്ട് ഈ കാര്യം നടന്നു, കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെയാണ് നീ കാണുന്നത് എങ്കിൽ നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ട്, നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. നിന്റെ ശത്രു തോറ്റ് തുന്നം പാടിപ്പോവും. ഞാൻ ഓർക്കുന്ന ഒരിക്കലും ഒരു സഹോദരി തൻ്റെ ഭർത്താവിനെയും തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വരാണ്. 12 വർഷം കാത്തിരുന്നിട്ട് ഉണ്ടായ കുഞ്ഞ്, 12 വർഷം കാത്തിരുന്നു. ഉണ്ടായ കുഞ്ഞ് നല്ല മിടുക്കൻ മോൻ, കണ്ടാൽ ആരും ഒന്നും പറയല, നല്ല മിടുക്കൻ മോൻ. പക്ഷേ അവനൊരു 5-6 വയസ്സ് പ്രായം. അപ്പോഴാണ് മനസ്സിലാക്കുക കൊച്ചിന് ഓട്ടിസമാണ്. ഒരു രക്ഷയില്ല. ഈ കൊച്ചിന് സൗഖ്യം കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ടു. ഓട്ടിസം വന്ന കൊച്ചിന് സൗഖ്യം ഈശോ കൊടുക്കണം, മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുകയില്ല, വൈദ്യശാസ്ത്രത്തിന് കൊടുക്കാൻ പറ്റുകയില്ല. ഈ ഭർത്താവ്, ഈ കുഞ്ഞിൻ്റെ അപ്പച്ചൻ, അവൻ ആ വേദനയെ അങ്ങ് സ്വീകരിച്ചു, അതങ്ങ് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഈ ഭാര്യ വാ വിട്ട് കരയാൻ, സിസ്റ്ററെ ഞാനൊരു അമ്മയല്ലേ, എൻ്റെ കൊച്ചിന് ഓട്ടിസം എങ്ങനെ സുഖപ്പെടും സിസ്റ്റർ ഒന്ന് ഈശോയോട് പറയും, എൻ്റെ കൊച്ചിന് സൗഖ്യം തരാൻ ഈശോയോട് പറയും, എൻ്റെ കൊച്ചിനെ സുഖപ്പെടുത്തി താ. വാ വിട്ട് കരയുന്ന ഒരു അമ്മയെ ഞാൻ കണ്ടു. ദൈവകരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങാൻ, ഏത് വേദനയും ദൈവകരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങാൻ സഹോദരി നിനക്ക് കഴിയുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ട്, നിന്റെ ജീവിതത്തിൽ അടയാളങ്ങളുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ഓരോ അധ്വാനത്തിനും സ്വർഗത്തിൽ സമ്മാനമുണ്ട് എന്ന കാര്യത്തിന് നീ മറന്നേക്കൽ. ഒരു പക്ഷേ നിന്റെ കുഞ്ഞിൻ്റെ ഈ രോഗാവസ്ഥയിലൂടെ, നിന്റെ കുടുംബത്തിന്റെ ഈ നൊമ്പരത്തിലൂടെ, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഈ പ്രശ്നത്തിലൂടെ നിന്റെ ദൈവം മഹത്വപ്പെടാൻ, നിന്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടാൻ, നിന്റെ കുടുംബാംഗങ്ങൾ ദൈവത്തിലേക്ക് വരാൻ, നിന്റെ കുടുംബാംഗങ്ങൾ വിശ്വാസത്തിൽ ജ്വലിക്കാൻ, ആരെയെങ്കിലും ശുശ്രൂഷ പദവിയിലേക്ക് ഉയർത്താൻ ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവും. നിന്റെ ഈ സഹനം കർത്താവ് ഒരു വലിയ വിലയായി ചോദിക്കുന്നതാകാം. മടി കൂടാതെ കർത്താവ് എന്ത് ആവശ്യപ്പെടുന്നുവോ നമുക്കത് കൊടുക്കാൻ പറ്റണം. കർത്താവ് എന്ത് ചോദിക്കുന്നുവോ നമുക്കത് കൊടുക്കാൻ പറ്റണം. എൻ്റെ സഹനത്തിൻ്റെ പദ്ധതി, ദൈവത്തിനുള്ള പദ്ധതി എന്താണ് ചോദിക്കണം കർത്താവിനോട്. കർത്താവേ, എന്തിനാ എനിക്ക് ഈ സഹനം തന്നത്, എന്തിനാ എനിക്ക് ഈ വേദന തന്നത്, അതുകൊണ്ട് നിനക്ക് എന്താ ഉദ്ദേശം, എന്താ നീ അതിൽ നിന്ന് ആഗ്രഹിക്കുക? കർത്താവിൻ്റെ മനസ്സിലുള്ള പദ്ധതി ചോദിച്ചറിയാൻ മനുഷ്യരോട് ചോദിച്ചിട്ട് കാര്യമില്ല, മനുഷ്യരോട് തമ്മിൽ ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് കർത്താവിൻ്റെ അടുത്ത് മണിക്കൂറുകൾ പോയിരിക്കുക. എന്നിട്ട് ചോദിക്കുക, ഈശോയെ എന്തേ എനിക്ക് ഇങ്ങനെ ഒരു തകർച്ച,
എന്തേ എനിക്ക് ഇങ്ങനൊരു പ്രശ്നം, എന്തേ എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട്, ഞാൻ എങ്ങനെ പരിശ്രമിച്ചിട്ടും എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ലല്ലോ. നിന്റെ കാതുകളിൽ കർത്താവ് പറഞ്ഞു തരും, കുഞ്ഞേ, ഇതെൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്, ഇതെൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. കർത്താവ് വെളിപ്പെടുത്തി തരും. എന്തിനാ ഈ സഹനം, എന്തിനീ സഹനം? ഒരുപക്ഷെ നീ സഹിച്ചുകൊണ്ട് പോകുന്ന ഈ നാളുകളിൽ അതിൻ്റെ ഉത്തരം നിനക്ക് കിട്ടത്തില്ല. കാത്തിരിക്കുക, കർത്താവ് പറഞ്ഞു തരും. ഓരോ അനുഭവം കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞു തരും, മോളെ, ഓർക്കുന്നില്ലേ, അന്ന് നീ എന്നോട് ചോദിച്ചില്ലേ എന്തിനാ എന്നെ ഈ വഴിയിൽ കൂടെ കൊണ്ടുപോകുന്നതെന്ന്? ഇപ്പൊ നിനക്ക് തിരിഞ്ഞില്ലേ? ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? ഈ വേദന കൂടാതെ, ഈ വേദന കൂടാതെ, ഈ ഞെരുക്കം കൂടാതെ സഹോദര, സഹോദരി, നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ വില, യാത്രാക്കൂലി സംഘടിപ്പിച്ചേ പറ്റൂ, സംഘടിപ്പിച്ചേ പറ്റൂ. വെറുതെ സ്മൂത്ത് ആയിട്ടൊന്നും പോയ ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് ആരും വിചാരിക്കണ്ട. നല്ല വില കൊടുക്കാൻ, നല്ല വില കൊടുക്കാൻ, സഹിക്കാൻ തയ്യാറുള്ളവർക്ക്, വില കൊടുക്കാൻ തയ്യാറുള്ളവർക്ക്, യാത്രാക്കൂലി, ഈ കണ്ണുനീര് കൊണ്ട് യാത്രാക്കൂലി ഒരുക്കി വെക്കുന്നവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്ന് നല്ല ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ ഹല്ലേലൂയ. മടുപ്പില്ലായെങ്കിൽ വലുതരൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞാൽ ഹല്ലേലൂയ. നല്ല സ്വരത്തിൽ പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ താഴ്ത്താം. നല്ല ദൈവം നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തട്ടെ. നല്ല ദൈവം നമ്മുടെ മനസ്സിന് ബലം തരട്ടെ. വിശുദ്ധാത്മാക്കളൊക്കെ ഒരുപാട് വില കൊടുത്തവരാണ്. അവരുടെയൊക്കെ മനസ്സിൽ അറിയായിരുന്നു, നന്നായിട്ട് അറിയായിരുന്നു, ഈ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം ഇത് വെറും ഒരു തീർത്ഥാടനമാണ്. യഥാർത്ഥ ഭവനം സ്വർഗത്തിൽ, അവിടേക്കാണ് എത്തേണ്ടത്. ഈ ഭൂമിയിലെ കൊച്ചു കൊച്ചു നിസ്സാര സങ്കടങ്ങളിൽ മനസ്സുടക്കി പോകല്ലെന്ന് അവരെനിക്കെതിരെ ഒരു കേസ് കൊടുത്തു. പോയി, മൊത്തം ജീവിതം പോയി. ദാ വിവാഹം നടന്നു, ദാ ഡൈവോഴ്സായി, പ്രശ്നമായി, ഇനി ഒരിക്കലും പ്രാർത്ഥനയില്ല, പള്ളി പോക്കില്ല, കൂതാശകളില്ല. എഴുന്നേക്കണം, എഴുന്നേക്കണം. ദാ ബിസിനസ് മൊത്തം ചെയ്തു, അത് മുഴുവൻ പൊട്ടി പാളീസായി പോയി. എഴുന്നേക്കണം. അവിടെ നിന്ന് ഒരു പ്രശ്നവും നമ്മുടെ തലയിൽ കയറിയിരിക്കാൻ അനുവദിച്ചേക്കില്ല. എല്ലാ പ്രശ്നത്തിൻ്റെ മീതെ ചവിട്ടി നിൽക്കാൻ നിനക്കൊരു വിളിയുണ്ട് മകളെ, നിനക്കൊരു കടമയുണ്ടെന്ന്. മകനെ, നിനക്ക് അതിനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്. കുഞ്ഞുനാള് മുതൽ ഏത് പ്രശ്നത്തിൻ്റെ മീതെ ചവിട്ടി നിൽക്കാൻ ഒരു കൃപ, ഒരു ശക്തി നിന്റെ മനസ്സിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും വിധത്തിൽ കെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആളി കത്തിച്ചോണം, ആളി കത്തിച്ചോണം. ഈ കൃപ കൊണ്ട് നിറഞ്ഞിട്ട് ഏത് പ്രശ്നത്തെയും അതിജീവിക്കാൻ നിനക്ക് കരുത്ത് കിട്ടിയേ പറ്റൂ. ചോദിച്ചുകൊണ്ടേയിരിക്കണം, കർത്താവേ തരണേ, ശക്തി തരണേ, ധൈര്യം തരണേ. ഏത് പ്രശ്നത്തെയും എന്താ പറയുക, അതിൻ്റെ മീതെ ചവിട്ടി നിൽക്കാൻ, ഏത് പ്രശ്നത്തിൻ്റെയും ഏത് തിന്മയുടെ ശക്തിയുടെ മേലും ചവിട്ടി നിൽക്കാൻ, അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ നിനക്കൊരു ശക്തി നല്ല ദൈവം തന്നിട്ടുണ്ട്. അത് മറന്നു പോയേക്കല്ല്, മറന്നു പോയേക്കല്ല്. നമ്മുടെ സ്വർഗത്തിലെ ചാച്ചൻ്റെ മകനും മകളുമാണ് നമ്മളെങ്കിൽ ആ ചാച്ചൻ്റെ, ആ അപ്പച്ചൻ്റെ, ആ അപ്പൻ്റെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെയും മുമ്പിൽ തോറ്റുപോകാൻ, ആരുടെയും മുമ്പിൽ തല കുനിച്ചു പോകാൻ ദൈവം ഇടയാക്കില്ല. ലജ്ജിച്ച് തല താഴ്ത്താൻ നിൽക്കാൻ ദൈവം ഒരിക്കലും ഇടയാക്കില്ലെന്ന്. നീ എവിടെ വേദനിച്ചുവോ, ഏതൊരു സാഹചര്യത്തിൽ നീ തളർന്നു പോയോ, അവിടെ വെച്ചിട്ട് തന്നെ നിന്നെ ഉയർത്തും. ഏതൊരു മേഖലയിൽ നീ തോറ്റു എന്ന് നീ കരുതുന്നുവോ, അവിടെ വെച്ചിട്ട് തന്നെ ദൈവം നിന്നെ ഉയർത്തും. ഒരു സംശയവും ഈ കാര്യത്തിൽ വേണ്ട. നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നിന്റെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ ഈ കർത്താവ് നിന്നെ സഹായിക്കാൻ നിന്റെ ഇടത്തും വലത്തും ഉണ്ട്, നിന്റെ മുന്നിലും പുറകിലും ഉണ്ട്. നിന്റെ കൂട്ടത്തിൽ ഈ നല്ല ദൈവം നിന്നെ സഹായിക്കാനുണ്ട്. ഒരുമിച്ച് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു സത്യമുണ്ട്, ഈ യുദ്ധം ചെയ്യുന്നതിലൂടെ വലിയൊരു സമ്മാനം കിട്ടും. എന്താണെന്നറിയാവോ? അനേകം സാവൂളുമാര് പൗലോസായിട്ട് മാറും. അനേകം സാവൂളുമാര് പൗലോസായിട്ട് മാറും. എളുപ്പമല്ല ഇത്, എളുപ്പമല്ല. സാവൂള് നമുക്ക് ഓർമ്മയില്ലേ, എത്രയധികമാ സഭയെ പീഡിപ്പിച്ചത്, എത്ര വിശ്വാസികളെ കൊന്നൊടുക്കിയത്. വളരെ കൂളായിട്ട് പിടിച്ചുകൊണ്ട് കൊല്ലുമായിരുന്നു, വളരെ കൂളായിട്ട്. എന്താ പറയാ, ഓരോരുത്തരും ഇങ്ങോട്ട് പിടിക്കുക, വലിച്ചിറക്കുക, കൊന്നുകളയുക. അതായിരുന്നു സാവൂള്. പേടിയില്ലായിരുന്നു, മടിയില്ലായിരുന്നു, അതിനോടൊരു അറപ്പോ വെറുപ്പോ ഇല്ലായിരുന്നു. സാവൂളിന് ആവേശമായിരുന്നു തല്ലിക്കൊല്ലാൻ, വിശ്വാസികളെ നശിപ്പിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ സാവൂളിന് വലിയൊരു ആവേശമായിരുന്നു. ഈ സാവൂള് പൗലോസായത് നമ്മുടെ സ്റ്റീഫൻ, ആദ്യത്തെ രക്തസാക്ഷി, സ്റ്റീഫന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു. സ്റ്റീഫന്റെ ജീവിതം മുഴുവൻ കൊടുക്കേണ്ടി വന്നു സാവൂള് പൗലോസാകാൻ. ഓർക്കുന്നില്ലേ? സാവൂള് ഈ സ്റ്റീഫന്റെ വധശിക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വസ്ത്രം സൂക്ഷിപ്പുകാരനായി മാറി നിന്നിട്ട് കല്ലെറിയുന്നവർക്ക് ആവേശം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആവേശം കൊടുത്തുകൊണ്ടിരിക്കുക, എറിയട കല്ല്, എറിയട കല്ല് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നിന്ന ഈ സാവൂളിനെ ഈ സ്റ്റീഫന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുന്നു. ഇതാ ഏതാനും നാളുകൾക്കുള്ളിൽ നമ്മുടെ സാവൂള് മാനസാന്തരത്തിലേക്ക് വരികയാണ്. ആരും ചെന്ന് പ്രസംഗിച്ചിട്ടല്ല,
ആരും ചെന്ന് ഉപദേശിച്ചിട്ടല്ല, സാവൂളിനെ ദൈവം തന്നെ നേരിട്ട് മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. ഒരുപക്ഷേ നിന്റെ നിശബ്ദമായ കണ്ണുനീര്, ഒരുപക്ഷേ ജീവൻ നഷ്ടപ്പെടുന്ന പോലെയുള്ള നിന്റെ തകർച്ച, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ പറഞ്ഞാൽ തീരാത്ത അത്രയും പ്രതിസന്ധികൾ അനേകരെ, ഏതാനും സാവൂളുമാരെ പൗലോസുമാരാക്കി മാറ്റാൻ നല്ല ദൈവം ഒരുക്കി തരുന്ന സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിരാശയിലേക്ക് പോയേക്കല്ല. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ ധൈര്യം നഷ്ടപ്പെടുത്തി കളയല്ല. ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം വീണ്ടും വീണ്ടും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുമിച്ച് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ താഴ്ത്താം. നല്ല ദൈവം നമ്മളെ ശക്തിയുള്ളവരാക്കി മാറ്റാൻ. നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കേണ്ടവരല്ലാന്ന്, നമ്മളിങ്ങനെ തണുത്തിരിക്കേണ്ടവരല്ലാന്ന്, നമ്മളിലൂടെ അനേകായിരങ്ങൾ യേശുവിനെ കാണണം. അനേകായിരങ്ങൾ എൻ്റെ വീട്ടിലുള്ളവർ മാത്രം, എൻ്റെ ഇടവകയിലുള്ളവർ മാത്രം അല്ലാന്ന് ഈ ലോകം മുഴുവനെയും ക്രിസ്തുവിനായി നേടിയെടുക്കണമെങ്കിൽ ഒരുപക്ഷെ നിന്റെ ജീവിതം പോലും ബലിയാക്കി കൊടുക്കേണ്ടി വരും. ഈ കാലഘട്ടത്തിൽ അറിയാലോ, എപ്പോൾ വേണേലും എങ്ങനെ വേണേലും എന്തും സംഭവിക്കാം. തയ്യാറായിക്കൊള്ളുക, കർത്താവിന് വേണ്ടി ഇറങ്ങിക്കൊള്ളുക. നീ വീട്ടിൽ എങ്ങനെ അടച്ചുപൂട്ടിയിരുന്നാൽ പറ്റത്തില്ലെന്ന് ഇറങ്ങേണ്ട സമയമായി. ശുശ്രൂഷകൾക്ക്, കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ, സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളാൻ, സുവിശേഷം പങ്കുവെക്കാൻ, ലോകത്തിന്റെ അതിർത്തികളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ക്രിസ്തു നിന്നെ വിളിക്കുകയാണ്. സഹോദര, സഹോദരി, ഒരുപക്ഷെ നിന്റെ ഈ 4 ചുവര്, അതാണ് നിന്റെ നിന്റെ സാഹചര്യം. ഈ 4 ചുവരുകൾക്ക് അപ്പുറത്തേക്ക് നിനക്കൊരു ലോകമില്ല. ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഒരുപക്ഷെ നീ കിടപ്പ് രോഗിയാണ്, ഒരുപക്ഷെ നീ ആശുപത്രികളിൽ നാളുകളായി കഴിയുന്നു, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിന്റെ മറ്റ് പ്രതിബന്ധങ്ങൾ കൊണ്ട് നിനക്ക് ആരെയും അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. ആയിരിക്കുന്ന സാഹചര്യത്തിൽ നീ അങ്ങ് ക്രിസ്തുവിനെ സ്നേഹിച്ചോ, നീ അങ്ങ് ക്രിസ്തുവിനെ വട്ടം പിടിച്ചോ, നീ അങ്ങ് ക്രിസ്തുവിനെ അങ്ങ് സ്നേഹിച്ച് ക്രിസ്തുവിനോട് നിന്റെ കണ്ണും കാതും നിന്റെ മനസ്സും ഐക്യപ്പെടുത്ത്. അങ്ങനെയെങ്കിൽ നിന്നിലൂടെ അനേകര് ദൈവത്തെ കാണും. കൊച്ചു ത്രേസ്യ പുണ്യവതി ഓർക്കുന്നില്ലേ? 24-ാമത്തെ വയസ്സിൽ സ്വർഗത്തിൽ പോയി, മൈക്കെടുത്ത് പ്രസംഗിച്ചിട്ടില്ല, ആരോടും സുവിശേഷം പറയാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല. ആ 4 ചുവരുകൾക്കുള്ളിലിരുന്ന് ക്രിസ്തുവിനെ സ്നേഹിച്ചു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഈശോയെ സ്നേഹിച്ചു, വല്ലാതെ സ്നേഹിച്ചു. ആ സ്നേഹം കൊണ്ട് തന്നെ ആ സഹോദരി ഇന്നും സ്വർഗത്തിലിരുന്ന് തൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദര, സഹോദരി, ഒരു ക്രിസ്തു വിശ്വാസി എന്ന നിലയിൽ നിന്റെ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം നടത്താൻ, നിന്റെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാൻ, നിന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നിട്ട് ആ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ട് അതിലൂടെ നിത്യജീവൻ നീയും നിന്റെ പ്രിയപ്പെട്ടവരും നീയുമായിട്ട് ഇടപെടുന്ന സകലരും നേടിയെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വലിയൊരു ആഗ്രഹമാണ്. ഈശോ പറഞ്ഞില്ലേ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ ഈശോ പറഞ്ഞില്ലേ, പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ആ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വരും നിങ്ങളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. അന്നേരം ഒരുങ്ങിയിട്ടില്ല കർത്താവെ, പറയാൻ പറ്റത്തില്ല. ഒരുക്കമുള്ളവരായി നല്ല ഈശോയുടെ സന്നിധിയിൽ, ഈശോടൊപ്പം സ്വർഗീയ സമ്മാനം അനുഭവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ സമരായുധങ്ങൾ നമ്മൾ എടുത്തേ പറ്റൂ. ആയുധങ്ങൾ നമ്മുടെ കൈവശം വേണം. നല്ല പോലെ ആയുധങ്ങൾ, മൂർച്ചയുള്ള ആയുധങ്ങൾ, എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങൾ നമ്മുടെ കൈകളിൽ ഉണ്ടാകണം. പ്രാർത്ഥനയാകുന്ന ആയുധം. ഈ ആയുധം ഉണ്ടെങ്കിൽ തിന്മയെ തോൽപ്പിക്കാൻ വളരെ എളുപ്പം. പ്രാർത്ഥനയാകുന്ന ആയുധം. വല്ലപ്പോഴും പ്രാർത്ഥിക്കലല്ല, തീക്ഷ്ണമായി. വിശുദ്ധ ആത്മാക്കളൊക്കെ നമുക്കറിയാലോ, എത്രയോ മണിക്കൂറുകൾ. മദർ തെരേസ 2 മണിക്കൂറാണ് ഉറങ്ങാറുള്ളതെന്ന് ഓർത്ത് നോക്കിയേ. 6 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങിയിട്ട് നമ്മുടെ ഉറക്കം തീരുന്നില്ല. മദർ തെരേസ 2 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങാറ്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള 6-7 മണിക്കൂറൊക്കെ മുട്ടേ തന്നെ നിൽക്കുമായിരുന്നു. മുട്ടുകുത്തി തന്നെ നിൽക്കുകയാണ്. സിസ്റ്ററെ, അതൊരു പക്ഷേ വിശുദ്ധാത്മാക്കൾക്ക് പറ്റും, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഞങ്ങളുടെ മുട്ടൊക്കെ പണ്ടേ പോയി. വേണ്ട, ഏതെങ്കിലും രീതിയിൽ നിനക്ക് കൈവിരിച്ച് പിടിക്കാൻ പറ്റുമോ? നിനക്ക് ത്യാഗം ചെയ്യാൻ പറ്റുമോ? നിനക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിന്റെ 2 കൈയും കൂപ്പി പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എങ്ങനെയാണോ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുക, നീ ഈശോയുടെ മുമ്പിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ, ത്യാഗത്തോടെ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ സമ്മാനമുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരിക്കലും ഒരു സഹോദരി എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്. ഭർത്താവ് വലിയ മദ്യപാനി. ആ മദ്യപാനിയായ മകനെ ആരും ഉപദേശിച്ചിട്ടും കാര്യമില്ല. ഒരു കാരണവശാലും ഈ മനുഷ്യൻ പള്ളി പോകുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ഒന്നും ചെയ്യത്തില്ല. എല്ലാവരും മടുത്തു. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇദ്ദേഹത്തോട് പറഞ്ഞു ഉപദേശിച്ചൊക്കെ മടുത്തു. ഒരു രക്ഷയില്ല. ഈ സഹോദരി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരികയാണ്. മക്കളെയും കൊണ്ട് ഇറങ്ങേണ്ടി വന്നു. കാരണം ഇയാൾ കുടിച്ചു വന്നാൽ കൊന്നുകളയും. അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയപ്പം മക്കളെയും കൊണ്ട് ഇറങ്ങുകയാണ്. വാടക വീട്ടിൽ പോയി താമസിക്കുകയാണ്. ഈ സഹോദരി എന്നോട് പറഞ്ഞതെന്നറിയാവോ, 8 വർഷത്തോളം കിടക്കുന്ന മുറിയിലെ ബെഡ്, ആ കട്ടിലിൽ നിന്ന് ബെഡ് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് മെറ്റൽ
മുറ്റത്ത് പോയിട്ട് ഇച്ചിരി മെറ്റൽ പെറുക്കി കൂട്ടിയിട്ട് ആ കട്ടിലേൽ അങ്ങ് നിരത്തി. എന്നിട്ട് അതിൻ്റെ മീതെ ഒരു ചെറിയൊരു ഷോൾ അങ്ങ് ഇട്ടു. ആർക്കും അറിയത്തില്ല ഇത് ബെഡല്ല എന്ന്, ആർക്കും തിരിയത്തില്ല. നല്ലൊരു ബെഡ് കിടക്കണ പോലെ തോന്നത്തുള്ളൂ. ഈ സഹോദരി എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, സിസ്റ്ററെ 8 വർഷത്തോളം ഞാൻ ഈ മെറ്റൽ പാകിയ കട്ടിലിൽ അവിടെയാണ് കിടന്നത്. വേറെ എവിടെയും പോയാൽ, ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയാൽ രാത്രി ഒരിടത്തും തങ്ങാറില്ല. ഈ മുറിയിലേക്ക് തന്നെ വരും, ഇവിടേക്ക് തന്നെ വരും. എന്തിനാണെന്നറിയാവോ? ഈ ഭർത്താവിനെ ഒന്ന് നേടിയെടുക്കാൻ, ഇതുപോലെ നശിച്ചു പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കാൻ. നല്ല സുഖമാണല്ലോ അല്ലേ മെറ്റലേക്ക് കിടന്നാൽ, ഉറങ്ങാൻ പറ്റൂലോ അല്ലേ. ഈ സഹോദരി മെറ്റലേൽ 8 വർഷത്തോളം, 8 ദിവസമല്ല 8 വർഷത്തോളം, 8 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് പതുക്കെ 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 ഒരു മാറ്റം. ഇയാൾ പള്ളി വരാൻ തുടങ്ങി, ഇയാൾ കുമ്പസാരിക്കാൻ തുടങ്ങി, ഇയാൾ ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. ഇപ്പം അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിൽ, ഐക്യത്തിൽ, ഭർത്താവ് അവിടെ പോയി നിൽക്കും, ഭാര്യ ഇങ്ങോട്ട് വന്ന് നിൽക്കും. നല്ല സന്തോഷമായി കുടുംബത്തിൻ്റെ ഐക്യം, കുടുംബത്തിൻ്റെ സ്നേഹം, കുടുംബത്തിൻ്റെ വിശ്വാസം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് ഇടയാക്കുവാൻ. പോരാട്ടം നടത്താൻ ഒരപ്പച്ചനായ നിനക്ക്, ഒരമ്മയായ നിനക്ക്, ഒരു യുവാവായ നിനക്ക്, ഒരു യുവതിയായ നിനക്ക് കടമയുണ്ടെന്ന് കർത്താവ് നിന്നെ ഓർമ്മിപ്പിക്കുന്നു. കടമയുണ്ടെന്ന്. എല്ലാ രീതിയിലും പ്രലോഭനങ്ങളുടെ മേഖലയിൽ തിന്മ ഒരു പക്ഷേ നിന്നെ കീഴ്പ്പെടുത്താം, സാധ്യതയുണ്ട്. പ്രലോഭനങ്ങൾ, വലിയ പ്രലോഭനങ്ങൾ, എങ്ങനെ നോക്കിയാലും ഈ പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മുടെ ഫ്രാൻസിസ് അസീസി, വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ കൂടെയുള്ള സഹോദരന്മാരോട് പറഞ്ഞു, അതേ ബ്രദേഴ്സ്, എവിടെയാ നമുക്കിവിടെ മുൾച്ചെടിയൊക്കെ ഉള്ളത്, എവിടെയാണെന്നൊന്ന് പറയാവോ? അവർ വഴിയൊക്കെ പറഞ്ഞു, ഇതിലെ പോകണം, അങ്ങോട്ട് പോകണം, ഇടത്തോട്ട് തിരിയണം, വലത്തോട്ട് തിരിയണം, വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. ഫ്രാൻസിസ് അസീസി അങ്ങോട്ട് ചെല്ലുകയാണ്. ആ മുള്ളുകളുള്ള ആ മുൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഫ്രാൻസിസ് അസീസി ചെല്ലുകയാണ്. അവിടെ ചെന്നു, കോട്ടങ്ങ് ഊരി വെച്ചു, ഈ മുള്ളിലേക്ക് അങ്ങ് ഉരുണ്ട് കെട്ടി വീഴുകയാണ്. അവിടെ കിടന്ന് ഉരുണ്ട് മറിയാണ്, ആ മുൾച്ചെടിയിൽ ഉരുണ്ട് മറിയാണ്. എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്തിനാ ഫ്രാൻസിസ് അസീസി ഇങ്ങനെ ചെയ്തത്? വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ലാത്തോണ്ടാ, ഇരിക്കാൻ കസാരയില്ലാത്തോണ്ടാ? എന്തിനാ ഫ്രാൻസിസ് പിതാവ് ആ മുള്ളിൽ കിടന്നവരുടെ നിങ്ങൾക്കറിയാവോ? ഈ ജഡത്തിന്റെ താല്പര്യങ്ങളെ തോൽപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് ബോധ്യം വന്നപ്പോ, മറ്റൊന്നിനും തനിക്ക് മോചനം തരാനാകില്ല എന്ന് മനസ്സിലായപ്പോ ഈ ഫ്രാൻസിസ് അസീസി തനിച്ച് മുള്ളിൽ കിടന്ന് ഉരുളുകയാണ്. ഈ ഫ്രാൻസിസ് അസീസി മുള്ളിൽ കിടന്ന് അവസാനം ദേഹമാസകലം ചോരയാണ്, ബ്ലഡാണ്, മഹാപ്രശ്നം, എഴുന്നേക്കാൻ പറ്റുന്നില്ല. അവിടെ കിടന്ന് കരഞ്ഞു, സഹോദരന്മാരെ ഓടിവായേ, എന്നെ ഒന്ന് പൊക്കിയെടുക്കേ, ഒന്ന് മുറിയിൽ കൊണ്ടുപോകേ. എല്ലാവരും കൂടെ വന്ന് എടുത്തു പൊക്കി. പോണ വഴിയിൽ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, നിങ്ങൾ വിഷമിക്കണ്ട, ഇത് ഞാൻ എൻ്റെ ദൈവവുമായിട്ടുള്ളൊരു കരാറാണ്, ഇതെൻ്റെ ദൈവവുമായിട്ടുള്ളൊരു കരാറാണ്. ഇത് ചെയ്തില്ല എങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് ചാടിക്കടക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഫ്രാൻസിസ് അസീസി ആ മുള്ളിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകുന്നു. നിങ്ങൾക്കറിയാലോ, ഇന്നും അവിടെയൊക്കെ പോയാൽ ഈ മുൾച്ചെടി അവിടെയുണ്ട്, പൂക്കളും ഉണ്ട്, പക്ഷെ ഒറ്റ മുള്ളു പോലും ഇല്ല എന്നാണ് കണ്ടിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. ഒറ്റ മുള്ള് ആ മുൾച്ചെടിയിൽ ഇല്ലെന്ന്. ആ മുൾച്ചെടിയിൽ നിന്ന് ഒരു കമ്പ് പറിച്ചിട്ട് ഇവിടെ നമ്മൾ കൊണ്ടുവച്ചാൽ, നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ട് നട്ടാൽ അത് പൂവിടും, അത് തളിർക്കും, പൂവിടും, നിറയെ മുള്ളും ഉണ്ടാവും. ഒരടയാളം പോലെ നല്ല ദൈവം കൊടുത്തിരിക്കുക. ആ മുൾച്ചെടി ഇന്നും അവിടെ അവശേഷിച്ചിരിക്കുന്നു. ഫ്രാൻസിസ് അസീസി ഉരുണ്ട് കെട്ടി വീണ ആ മുൾക്കൂട്ടം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ജെറാർഡ് മജല്ലോ, വിശുദ്ധാത്മാക്കളൊക്കെ വലിയ യുദ്ധം ചെയ്തവരാ. ജെറാർഡ് മജല്ലോ എന്ന് പറയുന്ന സഹോദരൻ മിടുക്കനാണ്, നല്ലൊരു വിശുദ്ധനാണ്. ഈ വിശുദ്ധന് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഭക്ഷണത്തോടൊക്കെ ഒരു ആസക്തി, ഭക്ഷണം അത് തന്നെ തോൽപ്പിക്കുന്ന ഒരു ചിന്ത. എന്നാ ചെയ്യാനെന്നറിയാവോ? ഭക്ഷണം എടുത്തിട്ട് എല്ലാവരും ഡൈനിങ് ടേബിളിന്റെ ചുറ്റും കസേര ഇട്ടിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ജെറാർഡ് ചെയ്യണത് എന്നാണെന്നറിയാവോ? മുട്ടുകുത്തി നിൽക്കും, കയ്യിൽ പാത്രം പിടിക്കും, എന്നിട്ടോ വാരി കഴിക്കുകയാണ്. എല്ലാവരും കളിയാക്കും, ഇതെന്നാ പൊട്ടൻ തരാ കാണിക്കണത്, കസേരയിലിരുന്ന് കഴിച്ചാൽ പോരെ, അതെന്തിനാ മുട്ടുകുത്തി നിൽക്കണത്, എല്ലാവരും കളിയാക്കും. പക്ഷേ ജെറാർഡ് മജല്ലോ പ്രശ്നമില്ല, ആരെന്തും പറയട്ടെ, അത് തനിക്ക് വിഷയമല്ല. തൻ്റെ ആത്മീയ അഭിവൃദ്ധിക്ക് ഇത് ആവശ്യമാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പം വിശുദ്ധൻ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവാൻ. ചില സമയങ്ങളിൽ എന്നാ ചെയ്യുന്നറിയാവോ? പാത്രത്തിൽ നല്ല ഭക്ഷണമാണ്, നല്ല ഭക്ഷണം, രുചികരമായ ഭക്ഷണം. ഈ ഭക്ഷണത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് ആ വെള്ളം കൊണ്ടൊഴിക്കും. നല്ല ബിരിയാണി ആണെങ്കിൽ അതിലൊരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടൊഴിക്കും. പിന്നെ എങ്ങനെയുണ്ട്, കഴിച്ചാൽ വല്ലതും പറ്റുമോ? ഞാൻ ഓർക്കുന്നു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധര് ഒരുപാട് ബലം പിടിച്ചിട്ടുണ്ട്, നല്ല ബലം പിടിച്ചിട്ടുണ്ട്. ഈ ജെറാർഡ് മജല്ലോ തന്നെ പലപ്പോഴും തൻ്റെ നാക്ക് തറയിൽ കുരിശ് വരയ്ക്കുമായിരുന്നു, ക്ഷമ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നാക്ക് കൊണ്ടൊരു പാപം ചെയ്യാൻ ഇടയാക്കല്ലേ എന്നും പറഞ്ഞ് നാക്ക് കൊണ്ട് തറയിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. ഇച്ചിരി ബലം പിടിച്ചിട്ടുണ്ട്. ചിലരൊക്കെ മുള്ളറിഞ്ഞാണം ധരിക്കുമായിരുന്നു. പണ്ടത്തെ വിശുദ്ധ ഒന്ന് ഓർത്ത് നോക്കിയേ, എത്രയോ ബലം പിടിച്ചിട്ടുണ്ട്. സ്വയം ചാട്ട കൊണ്ട് അടിക്കുമായിരുന്നു വിശുദ്ധാത്മാക്കള്, സ്വയം ചാട്ടയുണ്ടാക്കിയിട്ട്. ചിലർ മുള്ള് ധരിക്കുമായിരുന്നു. ചിലർ ഈ സിസ്റ്റേഴ്സൊക്കെ വിശുദ്ധരായിട്ടുള്ളവർ ഈ വെയിലിൻ്റെ ഇടയിൽ ആരും അറിയാണ്ട് പിന്നൊക്കെ കുത്തിയിട്ട് നടക്കുമായിരുന്നു. ശരീരത്തിൽ വേദന ഉണ്ടാകുന്ന പോലെ പല വിശുദ്ധരും അങ്ങനെയായിരുന്നു. അവരേതെങ്കിലുമൊക്കെ രീതിയിൽ തങ്ങളുടെ ശരീരത്തെ നിയന്ത്രിച്ച് കീഴടക്കുമായിരുന്നു. നിയന്ത്രിച്ച് ഈ ജഡത്തെ തന്നെ തോൽപ്പിക്കാൻ പല രീതിയിൽ അവർ പരിശ്രമിക്കുമായിരുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മീയ
പോരാട്ടത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അല്പം ബലം പിടിച്ചേ പറ്റൂ. ഈ ലോകത്തിൻ്റെ മോഹങ്ങളെയും ഈ ലോകത്തിൻ്റെ സുഖങ്ങളെയും ഈ ലോകത്തിൻ്റെ ചിന്തകളെയും തോൽപ്പിക്കണമെങ്കിൽ, ഈ ലോകത്തിൻ്റെ അധ്വാനങ്ങളെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സമ്പാദ്യത്തെ അതിനെ കുച്ചിഷ്ടം പോലെ കാണണമെങ്കിൽ അല്പം ബലം പിടിച്ചേ പറ്റൂ. വലുതരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞാൽ ഹല്ലേലൂയ. സ്വരം പോരാ, ഹല്ലേലൂയ. ജീവനോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ ആയുധമാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന. നിർബന്ധമായിട്ടും അറിയാലോ, നമ്മുടെ വിശുദ്ധ ഫൗസ്റ്റീന രാത്രി സമയങ്ങളൊക്കെ ജാഗരണ പ്രാർത്ഥന നടത്തുമായിരുന്നു. എത്രയോ രാത്രികൾ സുഖമായിട്ട് മൂടി പൊതിച്ച് കിടന്നുറങ്ങാൻ നമുക്ക് പിന്നെ ആഗ്രഹമാണ്. 6 മണി ആയാലും 7 മണി ആയാലും 8 മണി ആയാലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാനേ പറ്റിയല്ല. എന്നാ ഒരു ക്ഷീണം, എന്നാ ഒരു തളർച്ച. വിശുദ്ധാത്മാക്കൾ രാത്രികളിൽ എത്രയോ രാത്രികൾ. വിശുദ്ധ ക്ലാര മിക്കപ്പോഴും ഉപവാസമായിരുന്നു. മിക്കപ്പോഴും ഭക്ഷണം ഒന്നും വേണ്ട, ഈശോയുടെ മുമ്പിൽ ഇരിക്കുകയാണ്, കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയോ പ്രാർത്ഥന, പ്രാർത്ഥനയോ പ്രാർത്ഥന. ത്യാഗത്തോടെ ഉപവാസത്തോടെ മുടക്കം വരുത്തിയേക്കല്ലേ, പുറകോട്ട് പോകല്ല്. നിന്റെ ജീവിതത്തിൽ ഈശോയെ സ്നേഹിക്കാൻ, ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കാൻ, അനേകരെ രക്ഷിക്കാൻ നീ എടുത്തിട്ടുള്ള നിന്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആത്മീയ അഭിവൃദ്ധിക്ക് ഉപകരിക്കുന്ന രീതികൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം പൂർവാധികം ശക്തിയോടെ. അങ്ങനെയെങ്കിലേ നിനക്ക് ഈ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റൂ എന്ന് നല്ല ദൈവം നിന്നെ ഓർമ്മിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? സമരായുധം, സ്നേഹത്തിൻ്റെ ആയുധം. സ്നേഹം. നന്നായിട്ട് സ്നേഹിക്കണം. ആഞ്ഞു പിടിച്ച് വേദനിപ്പിക്കുന്നവരെയും തകർക്കുന്നവരെയും നമ്മളെ നശിപ്പിക്കുന്നവരെയും പദ്ധതികൾ ഒരുക്കി നമ്മളെ വഞ്ചിക്കുന്നവരെയും ഭാവി നഷ്ടപ്പെടുത്തുന്നവരെയും സൽപ്പേര് നശിപ്പിക്കുന്നവരെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ എളുപ്പമല്ല കേട്ടോ. അല്പം പോലും എളുപ്പമല്ല. നമ്മളെ ആരൊക്കെ തകർക്കുന്നു അവരെ സ്നേഹിക്കാൻ, അവരെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ അല്പം പോലും എളുപ്പമല്ല. പക്ഷേ അവരെ അനുഗ്രഹിച്ച്, അവരെ സ്നേഹിച്ച് നിശബ്ദമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ ആരംഭിച്ചാൽ നിന്റെ ജീവിതം ഒരു അഭിഷേകമാണ്. നിന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ ഒരുങ്ങിയാൽ, നീ അതിന് തയ്യാറായാൽ നിന്റെ ജീവിതം അഭിഷേകമാണെന്ന്. നിന്റെ ഒരു വാക്കും പാഴ്വാക്കായിട്ട് പോകുകയല്ല, നിന്റെ ഒരു പരിശ്രമവും നഷ്ടപ്പെട്ടു പോകുകയല്ല. ഈശോ ഒരുപാട് സമയങ്ങളിൽ നിശബ്ദത പാലിച്ചിട്ടുണ്ട്. ഒരുപാട് സമയങ്ങളിൽ നിശബ്ദനായിരുന്നു. അറിയാൻ മേലാത്തോണ്ടല്ല, പറയാൻ വാക്ക് കിട്ടാഞ്ഞിട്ടല്ല, നിശബ്ദനായിരുന്നു. മിണ്ടിക്കൊടുക്കുകയല്ല. ഈശോ മിണ്ടിക്കൊടുക്കത്തില്ല. നിശബ്ദത പാലിക്കാൻ നിനക്ക് ചില സമയങ്ങളിൽ, ആവശ്യമുള്ള സമയത്ത് നിശബ്ദത പാലിക്കാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ അത് വലിയൊരു ആയുധമാണ്. ആ ഒരൊറ്റ നിശബ്ദതയിലൂടെ അനേകരെ നിനക്ക് നേടിയെടുക്കാം. ചില സമയത്ത് നിന്റെ സ്നേഹത്തോടെയുള്ളൊരു പുഞ്ചിരി, ഒരു വാക്ക്, അത് മതി ചിലരെ നിനക്ക് നേടിയെടുക്കാൻ. നിന്റെ കഠിന അധ്വാനങ്ങൾ അത് ഈശോ കൃപയാക്കി മാറ്റും. ഒരുമിച്ച് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വിശുദ്ധാത്മാക്കളും നമ്മളെ സഹായിക്കും. സ്നേഹത്തിൻ്റെ ആയുധം നമ്മുടെ കൈവശം ഉണ്ടായിരിക്കട്ടെ. എല്ലായ്പ്പോഴും ഈ ആയുധം നമുക്കൊരു കരുത്താണ്. അതുപോലെ ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, എളിമപ്പെടുത്തുമ്പോൾ, വിധേയപ്പെടുത്തുമ്പോൾ അതിലൂടെ ദൈവം മഹത്വപ്പെടുകയാണ്. അതിലൂടെ സാത്താൻ തോറ്റുപോവുകയാണ്. അതിലൂടെ തിന്മ തകർക്കപ്പെടുകയാണ്. ദൈവഹിതത്തിൻ്റെ മുൻപിൽ എൻ്റെ ദൈവം എനിക്ക് നന്മയായിട്ടുള്ളത് തരും. എൻ്റെ ദൈവം എന്നെ വളർത്തും. എൻ്റെ ദൈവം എന്നെ ഉയർത്തും. എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തും. ദൈവത്തിൻ്റെ മുൻപിൽ എളിമയോടെ, താഴ്മയോടെ, വിധേയത്വത്തോടെ ഞാൻ വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിന്റെ കുടുംബം മറ്റെല്ലാവർക്കും മാതൃകയാകത്തക്ക വിധം, മറ്റെല്ലാവർക്കും വിശുദ്ധിയുടെ പരിമളം പകർന്നു കൊടുക്കത്തക്ക രീതിയിൽ നിന്റെ കുടുംബത്തെ കർത്താവ് ഉയർത്തും. യുദ്ധമുന്നണിയിലേക്ക് ഇറങ്ങാൻ നിനക്ക് ധൈര്യം കിട്ടട്ടെ. യുദ്ധമുന്നണിയിലേക്ക്, ജീവൻ അപകടത്തിലാക്കുന്ന വിധത്തിൽ യുദ്ധമുന്നണിയിലേക്ക് ഇറങ്ങാൻ സഹോദര, സഹോദരി, ഈ രാത്രി കർത്താവ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ. തളർന്നു കുത്തിയിരുന്നേക്കല്ല്, നിരാശപ്പെട്ടിരുന്നേക്കല്ല്, ഇനി ഒരിക്കലും രക്ഷയില്ല എന്ന് കരുതിയേക്കല്ല്. ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പരാജയം മാത്രം, ആത്മഹത്യ മാത്രം വഴി ചിന്തിച്ചേക്കല്ല്. എഴുന്നേക്കണം. എന്നിട്ടോ കർത്താവിൻ്റെ കൈകളിൽ മുറുകെ പിടിക്കുക. നമുക്ക് മുന്നോട്ട് മാത്രം ലക്ഷ്യം, സ്വർഗം മാത്രം ലക്ഷ്യം. വേറെ ഒന്നും നമുക്ക് വേണ്ട. ഈ ഭൂമിയിൽ ജീവിതം നഷ്ടപ്പെട്ടാലും, എന്നാ നഷ്ടം വന്നാലും നമുക്ക് ഒറ്റ ലക്ഷ്യം, നമ്മുടെ ഈശോ, സ്വർഗം. അത് മാത്രം ലക്ഷ്യം. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. വേറെ ഒന്നിലേക്കും നമ്മുടെ ശ്രദ്ധ പോകുന്നില്ല. നല്ല ദൈവത്തിൽ മാത്രം നമുക്ക് ആശ്രയം വയ്ക്കാം. നല്ല ദൈവം നമ്മളെല്ലാവരെയും ആ ശക്തിയിലേക്ക് നയിക്കട്ടെ. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കൈകളൊന്ന് കൂപ്പിപ്പിടിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, വിശ്വാസത്തിൻ്റെ പോരാട്ടം നടത്താൻ എന്നെ സഹായിക്കണമേ. ലോകത്തിൻ്റെ അറിവും, ലോകത്തിൻ്റെ സമ്പാദ്യവും, ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളും, ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളും ഒരുപാടുണ്ടെങ്കിലും ലോകത്തെയും ലോകത്തിലുള്ളതിനെയും കീഴ്പ്പെടുത്താൻ, ലോകത്തെ വെട്ടിപ്പിടിക്കാൻ നോക്കാതെ
ലോകത്തിലുള്ളതിനെ സ്വന്തമാക്കാൻ നോക്കാതെ ലോകത്തെ കീഴടക്കാൻ, ലോകത്തിൻ്റെ ശക്തികളെ പരാജയപ്പെടുത്താൻ എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തണമേ എന്ന് ഈ സമയം ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചില പ്രലോഭനങ്ങൾ, ചില പാപകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, ചില പാപസുഖങ്ങൾ, ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലെ പാളിച്ചകൾ, രോഗപീഠകൾ, മനസ്സിൻ്റെ പീഡകൾ, ഇതെല്ലാം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ, ശാന്തതയെ തകർക്കാൻ പരിശ്രമിക്കുമ്പോൾ നിന്റെ മുഖം മാത്രം കാണാൻ, നിന്റെ മുഖത്തേക്ക് മാത്രം ദൃഷ്ടികൾ ഉറപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന്, അങ്ങ് ഞങ്ങളുടെ അരികിലുണ്ടെന്ന്, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന്, അങ്ങ് ഞങ്ങളെ കാണുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ട് കൈകളും നമുക്ക് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. കണ്ണുകൾ അടച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിപ്പോൾ അനുഭവിക്കുകയാണ്. എല്ലാം ചെയ്തു തരാൻ, എല്ലാം നിറവേറ്റി തരാൻ, വാക്ക് പറഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ നല്ല ദൈവം സന്നദ്ധനാണ്. ഞാൻ നിന്നെ വളർത്തും, ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്റെ വലതുകരം പിടിക്കും, ഞാൻ നിന്നെ വഴി നടത്തും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, ഞാൻ നിന്നെ രക്ഷിക്കും. കർത്താവിൻ്റെ ഓരോ വാക്കും ഇപ്പോൾ ഹൃദയത്തിൽ നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ രക്ഷിക്കും. കൈകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന എല്ലാ നിർവികാരത, എല്ലാ നിസ്സംഗത, എല്ലാ തളർന്ന അനുഭവം, ഇനി മുന്നോട്ട് പോകാൻ ശക്തിയില്ലെന്ന് പറഞ്ഞുപോയ സാഹചര്യങ്ങൾ എല്ലാം ഉയർത്തിക്കൊടുക്കുകയാണ്. കണ്ണുകൾ അടച്ച് ഏതാനും സമയം നിന്റെ തൊട്ട് മുൻപിൽ നിൽക്കുന്ന, തൊട്ടരികിൽ നിൽക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് നല്ല സ്വരത്തില് ഏതാനും സമയം നമുക്ക് ഒരുമിച്ച് ഒന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, മനസ്സിന്റെ ഉണർവ് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിന്റെ ഉണർവ് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ, വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാൻ, വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ, വിശ്വാസത്തിലേക്ക് അനേകരെ ഉയർത്താൻ, അങ്ങനെ നിത്യജീവൻ സ്വന്തമാക്കാൻ സഹായിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാം കൊടുത്തുകൊണ്ട് ഉണർവോടെ സ്തുതിക്കുന്നു, ശക്തി എടുത്തിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ കൂപ്പി നല്ല ദൈവത്തിന് ഉറപ്പ് കൊടുക്കാം. ഈശോയെ, എന്ത് വില കൊടുത്താലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, എത്ര സഹിക്കേണ്ടി വന്നാലും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാവും. നമുക്ക് ആത്മാർത്ഥമായി കർത്താവിനോട് പറയാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ, ആ കരങ്ങളിൽ നമ്മളെ പൊതിഞ്ഞു പിടിക്കട്ടെ. ഒരു നിമിഷം നിശബ്ദതയിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ കൈക്കുമ്പിളിൽ നിന്റെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ച് നല്ല ദൈവത്തിന് ജീവിതം സമർപ്പിച്ച് ആ വലിയ കരുത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം.